അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗുഡ് ഈവനിങ് ആൾ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ്. അത് സംസാരിക്കാനായി ഫേമസ് യൂട്യൂബറും QA എഞ്ചിനീയറുമായ സജീർ നൂർ മുഹമ്മദിനെ ഇൻവൈറ്റ് ചെയ്തുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു ഗൗരവ്. ഫേമസ് യൂട്യൂബർ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം കുറെ നാളായിട്ട് അങ്ങനെ വീഡിയോ ഇല്ല ബ്രോ, ഇല്ല ഞാന് എന്തേ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ ബ്രോയുടെ വീഡിയോസ് വാച്ച് ചെയ്തിട്ടുണ്ട്. ബ്രോയ്ക്ക് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആദ്യം സംസാരിച്ചപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ എനിക്ക് ഞാൻ പലർക്കും സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഷോക്കിംഗ് ആയിരുന്നു ഞാൻ അങ്ങനെ ഗ്രൂപ്പിൽ കണ്ടപ്പോ. ഓക്കെ ഓക്കെ, താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ് ഫസ്റ്റ്ലി. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ പറയാം. ഇൻട്രഡക്ഷൻ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ചെറിയൊരു നിങ്ങൾക്ക് വേണേൽ മോട്ടിവേഷൻ ഇപ്പം പറയാൻ പറ്റില്ലെങ്കിലും ആ ഒരു ഇതുപോലെ ഞാൻ ഇപ്പോൾ നിലവിൽ UK-ലാണ്. ഇവിടെ NHS ബിസിനസ് സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞ കമ്പനിയിൽ ലീഡ് ടെസ്റ്റ് ലീഡായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ടോട്ടൽ ഇപ്പോൾ IT-യിൽ ഒരു 11-12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ എക്സ്ക്ലൂസീവ്ലി ടെസ്റ്റിങ്ങിൽ 8 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഡെവലപ്പറായിട്ടാണ് അറൗണ്ട് 2011-12. അതിനുശേഷം ടെക്നോ പാർക്കിൽ, അതിനുശേഷം അവിടെ കമ്പനി ചെറിയ കമ്പനിയായിരുന്നു. പ്രൊജക്റ്റ് ഒക്കെ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് ഞാൻ കളയേണ്ട വരികയും അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോയി. ദുബായിൽ ഞാൻ വിസിറ്റ് എടുത്താണ് പോയത്. അപ്പം ദുബായിൽ ചെന്നിട്ട് നമ്മൾ പറയുന്ന ജോബ് ഒന്നും നമുക്ക് IT-യിൽ അല്ലെങ്കിൽ ഡെവലപ്പർ ആയിട്ടൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു അഡ്മിൻ ആ ഒരു ലെവലിലാണ് കയറിയത്. അവിടെ ഒരു 3.5 years ദുബായിൽ നിൽക്കേണ്ട വന്നു. കാരണം നമ്മളെ പേഴ്സണൽ അല്ലെങ്കിൽ ഫാമിലി ആ ഒരു ഇതുള്ളത് കൊണ്ട് നിന്ന്. അതിനുശേഷം ഒന്ന് സെറ്റിലായെന്ന് തോന്നിയപ്പം എനിക്ക് തിരിച്ചു കൊണ്ട് IT-യിലേക്ക് വരണമെന്ന് പറഞ്ഞ് 2016 ഞാൻ ആ ജോലി കളഞ്ഞിട്ട് ഒന്നുമില്ലാതെ ഇതിൽ നിന്ന് വരികയായിരുന്നു. അപ്പം റിസ്ക് എടുത്തിട്ട് ഞാൻ വന്നതാണ്. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നു. ഒരു കോഴ്സ്, ഞാൻ ഉദ്ദേശിച്ച ടെസ്റ്റിംഗ് അല്ലായിരുന്നു. ബേസിക്കലി ഞാൻ ETL എന്ന് പറഞ്ഞ കോഴ്സ് എൻ്റെ 1-2 ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ കോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവിടെ ഞാൻ ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സത്യം പറഞ്ഞാൽ എന്നെ അതാണെന്ന് പറഞ്ഞു, പക്ഷെ അവിടെ അതിനുള്ള ആളില്ലായിരുന്നു. പിന്നെ ഞാൻ ടെസ്റ്റിങ്ങിലേക്ക് മാറി. അവിടെ തന്നെ പഠിച്ചു. എന്നിട്ട് അവിടെ തന്നെ ഞാൻ ട്രെയിനറായി. 1.5 വർഷം അവിടെ ഞാൻ വർക്ക് ചെയ്തു. അവിടെ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ ബേസിക്സും ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഒക്കെ പഠിച്ച് ഞാൻ പിന്നെ കരിയർ അപ്ലൈ ചെയ്ത് ആ സമയത്ത് കുറെ അപ്ലൈ ചെയ്തു. ആ സമയത്ത് ലിങ്ക്ഡിനിലൊന്നും അത്രയും ഇതില്ലായിരുന്നു. പക്ഷെ ഞാൻ നൗക്കറി വഴിയൊക്കെ കുറെ അപ്ലൈ ചെയ്തു. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂവേഴ്സ്, എനിക്ക് മനസ്സിലായത് ഇന്റർവ്യൂവേഴ്സ് അവരുടെ സ്കിൽസ് എത്ര ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിൽസ് നോക്കില്ല. അതാണ് മെയിൻ ഒരു ഇഷ്യൂ. അപ്പോൾ ഫ്രഷേഴ്സിന് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് നമ്മുടെ നാട്ടിൽ. അപ്പം അങ്ങനെ കുറെ അപ്ലൈ ചെയ്ത് ഒന്നും കിട്ടിയില്ല. എനിക്കൊരു മെൻഷൻ ചെയ്യേണ്ട ഒരു ഇന്റർവ്യൂവർ ഉണ്ട്. കാരണം പുള്ളി ഇതുപോലെ ഒരാൾ ഇന്റർവ്യൂ ഇതുവഴി ആവരുത് എന്ന് പറയുന്നത്. ടെക്നോ പാർക്കിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്ത ടെസ്റ്റിങ്ങിൽ വന്നിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട്, മീൻസ് നമ്മളൊക്കെ വെറും ഇല്ലാതാക്കുന്ന രീതിയിൽ ഭയങ്കര ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പുള്ളിക്ക് എന്തോ ഭയങ്കര നോളജ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഇന്റർവ്യൂ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേ ഉള്ളൂ. പക്ഷെ UK-ലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ രീതിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കുക. എനിക്കൊരു ബേസ് പോയിന്റ് അവിടെയാണ് കിട്ടിയത് സത്യം പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഇങ്ങനെ നിന്ന് 1.5 വർഷത്തോളം ഞാൻ അവിടെ എറണാകുളത്ത് നിന്ന്. ആ സമയത്താണ് നൗക്കറി വഴി ഞാൻ അപ്ലൈ ചെയ്താണ് UST ഗ്ലോബലി മലേഷ്യയിലേക്ക് എനിക്ക് കിട്ടി. അതാണ് എന്നിട്ട് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. മലേഷ്യയിൽ ഓൺ സൈറ്റ് ആയിട്ട് കിട്ടി. അപ്പം ഇന്റർവ്യൂ എന്തായാലും കുഴപ്പമില്ലാതെ കഴിഞ്ഞ് അങ്ങനെ കിട്ടി. അപ്പൊ എനിക്ക് ഇപ്പൊ അവിടെ എറണാകുളത്ത് എനിക്ക് കിട്ടിയിരുന്നതിൽ 4-5 times ആ ഒരു ടൈം സാലറി കിട്ടി. അങ്ങനെ ഞാൻ മലേഷ്യയിലെത്തി. മലേഷ്യയിൽ 1.5 വർഷം ഞാൻ അവിടെ ഇന്റലായിരുന്നു എൻ്റെ ക്ലയന്റ്. 1.5 വർഷം അവിടെ നിന്നു. അപ്പൊ തന്നെ ലിങ്ക്ഡിനൊക്കെ ഞാൻ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കുറെ കണക്ഷൻസും നെറ്റ്വർക്കിങ്ങും ഒക്കെ ആയി. അങ്ങനെ അപ്പം ഓട്ടോമേഷൻ ടെസ്റ്റേഴ്സിന് അത്യാവശ്യം നല്ല ഡിമാൻഡ് ആ സമയത്തുണ്ടായിരുന്നു. 2018 സമയത്ത് നല്ല ഡിമാൻഡ്. ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ കോൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവസാനം ഒരു കമ്പനി നിൻഡെക്സ് എന്ന് പറഞ്ഞാൽ, അത് ഞാൻ ഇപ്പൊ UK-ലാണെങ്കിലും ഞാൻ വർക്ക് ചെയ്ത ഏറ്റവും ബെസ്റ്റ് കമ്പനി ഏതെന്ന് ചോദിച്ചാൽ നിൻഡെക്സ് എന്ന് ഞാൻ പറയാറുള്ളൂ. അത് അത്രയ്ക്കും എംപ്ലോയി ഫ്രണ്ട്ലിയും വർക്ക് ലൈഫ് ബാലൻസും എല്ലാം, പിന്നെ എംപ്ലോയീസിന് ഇഷ്ടം പോലെ ബെനിഫിറ്റ്സും അങ്ങനെയൊക്കെയുള്ള ഒരു കമ്പനിയായിരുന്നു. UK കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ ഞാൻ 2.5 വർഷം നിന്നു. അതിനുശേഷം എനിക്ക് UK-ലേക്ക് കിട്ടി. ഞാനിപ്പോൾ ഇവിടെ UK-ൽ 2 വർഷമാകുന്നു. ഇപ്പൊ അവസാനം ലീഡ് ടെസ്റ്റ് എഞ്ചിനീയർ എന്നൊരു പോസ്റ്റിലാണ് ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ റിസ്ക് എടുത്തോണ്ടിരിക്കുക. അപ്പൊ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം നമ്മൾ ഒരു കമ്പനി തന്നെ സ്ഥിരമായിട്ട് ഞാൻ നിന്നിട്ട്, എല്ലാ കമ്പനിയും ആവറേജ് 1.5 വർഷം 2 വർഷം. ഇവിടെ ഇപ്പൊ 2 വർഷമായി. ഇവിടെ ഇപ്പൊ പോകാൻ പ്ലാൻ ഇല്ല, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്കിന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോൾ ചുമ്മാ അങ്ങ് അപ്ലൈ ചെയ്യും. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്താലേ ആർക്കായാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. റിസ്ക് എടുത്തുകൊണ്ടേ ഇരിക്കുക.
ഓക്കെ, അപ്പൊ ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാൻ ചെറിയൊരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് പറയണേ. ആ, പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ. അപ്പം ഗൗരവ് ഓൾറെഡി അജണ്ട എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഹലോ. ഇൻട്രഡക്ഷൻ ടു ആ ക്വാളിറ്റി അഷ്വറൻസ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ഇൻട്രഡക്ഷൻ ടു ക്വാളിറ്റി അഷ്വറൻസ്, ഇതിലുള്ള റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, കീ സ്കിൽസ് റിക്വയർഡ്, ടൂൾസ് ആൻഡ് ടെക്നോളജീസ്, കാരിയർ പാത്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. സോ നമുക്ക് അതിന്റെ എന്താണ് ക്വാളിറ്റി അഷ്വറൻസ്, അതിന്റെ ഒരു ഇൻട്രഡക്ഷനിലേക്ക് തന്നെ നമുക്ക് പോകാം. അപ്പം ഓക്കെ. ഈ പേരിൽ തന്നെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്ത് വെച്ചിട്ടുള്ള ക്വാളിറ്റി അഷ്വറൻസും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗും രണ്ടായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഫോർമാറ്റ്. ഇത് രണ്ടും ക്വാളിറ്റി മാനേജ്മെന്റിന്റെ പാർട്ടാണ്. പക്ഷെ പല കമ്പനികളിലും ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്ന ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒന്നായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്, ഒരുപോലെ വർക്കും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് രണ്ടും ബേസിക്കലി രണ്ടാണ്. ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ഓറിയന്റഡ് ആണ്. പക്ഷെ ഇത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിലെ എസെൻഷ്യൽ പാർട്ടാണ്. നമ്മളെ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ QA എന്ന് പറയുന്നത് പ്രോസസ് ഓറിയന്റഡ് ആണ്. ടെസ്റ്റിംഗ് ആണ് നമ്മുടെ ആക്ച്വൽ എക്സിക്യൂഷൻ. ഈ സോഫ്റ്റ്വെയർ ക്വാളിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ച്വൽ എക്സിക്യൂഷൻ ആണ്. ഇപ്പോൾ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡെവലപ്മെന്റ് പ്രൊജക്റ്റിൽ ഇപ്പം നമ്മൾ ഒരു പ്രൊജക്ട് റിലീസ് ചെയ്തു, കസ്റ്റമേഴ്സിന് കൊടുത്തു. അപ്പോൾ പക്ഷേ എന്നിട്ട് വീണ്ടും പുതിയ ഫീച്ചർ എടുത്ത് അത് കസ്റ്റമേഴ്സിന് കൊടുത്തു. ഇപ്പൊ കസ്റ്റമേഴ്സ് ബഗ്സ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. 2 പ്രാവശ്യം ചെയ്തപ്പോഴും ബഗ്സ് റിപ്പോർട്ട് ചെയ്തു. അപ്പം നമ്മളൊരു തീരുമാനം എടുത്തു, പ്രൊജക്ട് ടീം ഒരു തീരുമാനം എടുത്തു, ഇനി ടെസ്റ്റ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഡെവലപ്മെന്റ് ടീമും ടെസ്റ്റ് ടീമും കൂടെ ഒരുമിച്ച് ഫൈനൽ ഒരു ടെസ്റ്റിംഗ് കൂടെ ചെയ്യണം. അപ്പോൾ അതൊരു പ്രോസസ് ചേഞ്ച് ആണ്. അതാണ് QA ചെയ്യുന്നത്. അപ്പോൾ QA എടുക്കുന്ന ആ ഒരു ഇതാണ് ക്വാളിറ്റി അനലൈസ് ചെയ്ത്, അതുപോലെ തന്നെ ഓഡിറ്റ്സ്, റിവ്യൂസ്, അതൊക്കെയാണ് QAയുടെ വർക്ക്, ആക്ച്വൽ വർക്ക്. പക്ഷെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ടെസ്റ്റ് ചെയ്യുന്നു, ടെസ്റ്റ് പ്ലാന്, ടെസ്റ്റ് ഡിസൈന്, അതുപോലെ തന്നെ ടെസ്റ്റ് കേസ് പ്രിപ്പറേഷന്, പിന്നെ ആക്ച്വൽ ടെസ്റ്റിങ്, പിന്നെ ബഗ് ക്രിയേഷൻ, ഇതൊക്കെയാണ് ആക്ച്വൽ ടെസ്റ്റർ ചെയ്യുന്നത്. അപ്പം ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എല്ലാ കമ്പനികളിലും ഇപ്പം നമ്മൾ ഏത് കമ്പനി നോക്കിയാലും ചിലപ്പോൾ QA അനലിസ്റ്റ് അല്ലെ ടെസ്റ്റർ എന്ന് പറഞ്ഞ ജോബ് സെയിം തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് ഒരു ബേസിക്കലി ദർ ഈസ് എ ഡിഫറൻസ്, ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ക്വാളിറ്റി അഷ്വറൻസ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഇത് ഒരു ഡെഫിനേഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇതിൽ നമ്മുടെ ക്വാളിറ്റി, ഇപ്പൊ എല്ലാവരും പറയും ബഗ് ഫൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റിംഗ്, പക്ഷെ അങ്ങനെയല്ല, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇത് പറയുന്നത്, എന്താണ് ക്വാളിറ്റി അഷ്വറൻസ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഞാൻ ഈ ടെസ്റ്റർ എന്നാണ് കൂടുതലും പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സോഫ്റ്റ്വെയർ ടെസ്റ്റർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ റിലയബിള്, അതുപോലെ തന്നെ അത് ഫങ്ഷണലി വെല്ലാണ്, അതുപോലെ തന്നെ ഡിഫക്ട്സ് ഫ്രീ. ഈ റിലീസ് എൻഡ് യൂസേഴ്സിന് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അത് റിലയബിൾ ആയിരിക്കണം, ഫങ്ഷണൽ വൈസ് മീൻസ് അതിന്റെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, പിന്നെ ഡിഫക്ട്സ് ഫ്രീ ആയിരിക്കണം. അപ്പൊ ഈ റോൾസ് നമുക്ക് എന്ത് വേണേലും ആകാം. മാനുവൽ ടെസ്റ്റർ, ഓട്ടോമേഷൻ ടെസ്റ്റർ, പെർഫോമൻസ് ടെസ്റ്റർ, സെക്യൂരിറ്റി ടെസ്റ്റർ, യൂസബിലിറ്റി ടെസ്റ്റർ, അല്ലെങ്കിൽ ഇപ്പം എന്റെയൊക്കെ ഒരു കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്റ്റാക്ക് ടെസ്റ്റർ എന്ന് വേണേലും, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ഉള്ള പോലെ ഈ വർക്ക് എല്ലാം കൂടെ നമ്മൾ മാനുവലി ടെസ്റ്റ് ചെയ്യാറുണ്ട്, ഓട്ടോമേഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്, കോമ്പാക്ടിബിലിറ്റി, പെർഫോമൻസ്, സെക്യൂരിറ്റി ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നമുക്കതിനെ എന്ത് പറയാം, വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഫുൾ സ്റ്റാക്ക് ടെസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു പേരിൽ പല ആൾക്കാരും ഇപ്പം പറയാറുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എന്താണ് നമ്മൾ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിക്കകത്ത് വരുന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം നമ്മൾ റെസ്പോൺസിബിലിറ്റീസിന്റെ അകത്ത് ഈ ടെസ്റ്റിംഗ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ, അതിനുള്ളിൽ നമ്മൾ പല ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് ഇൻക്ലൂഡ് ഉണ്ട്. അപ്പം നമ്മുടെ റെസ്പോൺസിബിലിറ്റി എല്ലാ ലെവൽസിലും നമ്മൾ വരും. ഇപ്പം മോസ്റ്റ്ലി കമ്പനീസ് ഈ പ്രൊജക്ട് മാനേജ്മെന്റ് മോഡൽ അജയിലായിരിക്കും യൂസ് ചെയ്യാറുള്ളത്. അജയിലും ഉണ്ട്, വാട്ടർഫോൾ, അങ്ങനെ പല മോഡൽസ് ഉണ്ട്. ഇത് ഈ IT പഠിച്ചവർക്ക് അറിയാം, IT പഠിക്കാത്തവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം. പ്രൊജക്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ മാനേജ്മെന്റ്, ഈ നമ്മുടെ പ്രൊജക്ട് മാനേജ് ചെയ്യുന്ന മോഡൽ ഇപ്പം കൂടുതൽ അജയിൽ മോഡലായിരിക്കും. അജയിൽ മോഡലിൽ ഓരോരോ സ്പ്രിന്റ് അപ്പോൾ ഓരോ സ്പ്രിന്റിലും അല്ലെങ്കിൽ ഓരോ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു ലെവൽസ് ആണ് നമ്മൾ ടെസ്റ്റിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം അതിൽ യൂണിറ്റ് ടെസ്റ്റിംഗ് ഉണ്ടാവും, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഉണ്ടാവും, സിസ്റ്റം ടെസ്റ്റിംഗ് ഉണ്ടാവും, ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ഉണ്ടാവും. ഇതിൽ ഒരു റെസ്പോൺസിബിലിറ്റി, ടെസ്റ്റർ എന്ന രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി, യൂണിറ്റ് ടെസ്റ്റിംഗിൽ ടെസ്റ്ററിന് നോർമലി ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. കാരണം അവിടെ നടക്കുന്ന ടെസ്റ്റിങ്ങിനെ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അത് ഡെവലപ്പേഴ്സ് ആണ് നോർമലി ചെയ്യുന്നത്. കാരണം അവരെ കോഡിൽ എന്തെങ്കിലും എറർ ഉണ്ടോ അല്ലെങ്കിൽ കോഡിൽ വഴി ടെസ്റ്റ് ചെയ്യുന്നത്, കോഡ് വഴി ബാക്ക് എൻഡിലേക്കുള്ള
ടെസ്റ്റിംഗ് ആണ് യൂണിറ്റ് ടെസ്റ്റിംഗ്. അത് നോർമലി നമ്മൾ ടെസ്റ്റേഴ്സിന് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അത് ചെയ്യുന്നത് ഡെവലപ്പേഴ്സ് ആണ്, കോഡിലാണ്, ആക്ച്വൽ പ്രോഗ്രാമിലാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെയാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ഫങ്ഷണൽ, അത് നോൺ ഫങ്ഷണൽ എല്ലാം ഇതിൽ വരും. അപ്പൊ അതും മൂന്നാണ് ഇന്റഗ്രേഷൻ, സിസ്റ്റം ആൻഡ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിയൽ വേൾഡ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കമ്പോണന്റ് വൈസ് ടെസ്റ്റിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അതിൽ ഒരു വെബ് ആപ്ലിക്കേഷനിൽ ഒരു ലോഗിൻ പേജ് ഉണ്ടാവും, ഒരു ലോഗിൻ പേജ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു പേജ് ഉണ്ടാവും. അപ്പം ലോഗിൻ പേജിനെ ഒരു കമ്പോണന്റ് ആയിട്ട് കൂട്ടാം, പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നതിന് വേറൊരു പേജ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ഇപ്പം എക്സാമ്പിൾ ആയിട്ട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിൽ നമ്മൾ ലോഗിൻ പേജ് മാത്രമായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പേജിൽ നമ്മുടെ വാലിഡും ഇൻവാലിഡും അങ്ങനെയുള്ള ലോഗിൻസ് അല്ല. അപ്പോൾ മറ്റേ പേജിൽ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്താൽ കറക്റ്റ് റിസൾട്ട് വരുന്നുണ്ടോ എന്നൊക്കെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റം ടെസ്റ്റിംഗിൽ വരുമ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കമ്പൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി പേജ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി നമ്മൾ ലോഗിൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന പേജ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് ലോഗിൻ ചെയ്തിട്ട് കറക്റ്റ് ആ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ടോ, എന്നിട്ട് നമുക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പം ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് സിസ്റ്റം ടെസ്റ്റിംഗ്. അപ്പോൾ ഈ രണ്ട് ലെവലിൽ ആണെങ്കിൽ തന്നെയും ഞാൻ റൈറ്റ് സൈഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. നമുക്ക് ടെസ്റ്റ് പ്ലാൻ ഉണ്ടാവണം. എന്തൊക്കെ ടെസ്റ്റ് പ്ലാനിലായിരിക്കും നമ്മൾ ടെസ്റ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ടെസ്റ്റ് അപ്രോച്ച് ഒക്കെ നമ്മൾ എഴുതുന്നത്. അപ്പം ഒരു ടെസ്റ്റർ എന്ന നിലയിൽ സാധാരണ അത് ഈ ഒരു എൻട്രി ലെവലിലൊന്നും അവർ എഴുതാറില്ല. അവർ ആക്ച്വൽ ഈ ടെസ്റ്റ് കേസ് പ്രിപ്പറേഷനും ടെസ്റ്റിംഗിലേക്കേ പോകാറുള്ളൂ. ഒരു അതൊക്കെ കുറച്ച് ലീഡ് റോളിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ടെസ്റ്റ് പ്ലാൻ അല്ലെങ്കിൽ ടെസ്റ്റ് അപ്രോച്ച്, ടെസ്റ്റ് സ്ട്രാറ്റജി. അപ്പോൾ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ ടൂൾസ് ആണ് യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ എൻവിറോൺമെന്റിൽ ടെസ്റ്റ് ചെയ്യണം. അതൊക്കെ നമ്മൾ ടെസ്റ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നെ അതിനുശേഷം അതിനെ ബേസ് ചെയ്ത് റിക്വയർമെന്റ് ബേസ് ചെയ്ത് ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുന്നു. അത് എൻട്രി ലെവലിലുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഇതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടതാണ്. ടെസ്റ്റ് കേസ് നമുക്ക് എങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ആക്ച്വലി എന്തൊക്കെ റിക്വയർമെന്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടാവും. ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഫീച്ചർ, ഇപ്പോൾ ലോഗിൻ ഫീച്ചർ ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇത് പാസ് ആയി കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലോഗിൻ ഫീച്ചറിന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് ലോഗിൻ ഉണ്ടാവും, ഇൻവാലിഡ് ലോഗിൻ ഉണ്ടാവും. ചിലപ്പോൾ പാസ്വേഡ് ഇല്ലാതെ നമ്മൾ ലോഗിൻ ചെയ്യാൻ നോക്കുന്നതാണ്, യൂസർ നെയിം ഇല്ലാതെ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ കുറേ കേസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ അതിനെ ബേസ് ചെയ്ത് ടെസ്റ്റ് കേസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം ആക്ച്വൽ ടെസ്റ്റിങ്ങും ഇത് വരുന്നു. അപ്പോൾ ഈ ഇന്റഗ്രേഷനും ഈ സിസ്റ്റം ടെസ്റ്റിങ്ങിലും നോർമലി ഈ ഒരു ഫങ്ഷണൽ ലെവലിൽ നമ്മൾ നമ്മുടെ ആക്ച്വൽ റിക്വയർമെന്റ് ഇതാക്കിയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നോർമലി യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്, UAT എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ചില വലിയ വലിയ കമ്പനികളിലൊക്കെ മിക്കവാറും നമ്മളായിരിക്കില്ല ചെയ്യുന്നത്, മീൻസ് ആക്ച്വൽ ടെസ്റ്റ് ചെയ്തത്. അത് UAT എന്ന് പറഞ്ഞാൽ ആക്ച്വൽ യൂസേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് യൂസേഴ്സ് ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ നമ്മളും ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഈ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗിൽ നോർമലി ചിലപ്പോൾ നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആയിരിക്കും ടെസ്റ്റേഴ്സ് എന്ന രീതിയിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിസിനസ് യൂസേഴ്സ് അവരുടെ ടെസ്റ്റിംഗ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആണ് ആക്ച്വലി ഇപ്പം നമ്മൾ ഈ രണ്ട് ഫോർമാറ്റിൽ ഇപ്പം ഇ കൊമേഴ്സിന്റെ എക്സാമ്പിൾ തന്നെ ഞാൻ പറഞ്ഞപ്പം നമ്മൾ പറയുന്നു ഓക്കെ, നമ്മളിപ്പോൾ ഒരു യൂസർ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഇത്ര പ്രൊഡക്റ്റ് ലിസ്റ്റ് ആയി. പക്ഷെ ഇപ്പം ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ചില ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ടാവും. ആ യൂസേഴ്സ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രമേ ലിസ്റ്റ് ചെയ്യാവൂ എന്ന് വരുന്നുണ്ടെങ്കിൽ അതൊരു ആക്സെപ്റ്റൻസ് സിസ്റ്റം ആണ്. പക്ഷെ നമ്മൾ ഇന്റഗ്രേഷൻ സിസ്റ്റത്തിൽ മിക്കവാറും അത് ചെയ്യാറില്ല. കാരണം നമ്മൾ ജസ്റ്റ് ഒരു യൂസർ ലോഗിനും അത് ചെയ്ത് ഓക്കെ ഇത് ലോഗിൻ ആവുന്നുണ്ട്, ദെൻ പേജ് പ്രസന്റ് ചെയ്തു. പക്ഷെ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗിലായിരിക്കും റിക്വയർമെന്റ് പ്രകാരം ഇന്ന പ്രൊഡക്റ്റ് മാത്രമേ ലിസ്റ്റ് ആവാവൂ. അപ്പം അതാണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗിലേക്ക് വരുന്നത്. അപ്പൊ അതാണ് ഈ സിസ്റ്റമും ആക്സെപ്റ്റൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം. ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗിൽ ഓരോ റിക്വയർമെന്റും അതും ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു ടെസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റി അവർ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞപ്പം നമ്മൾ ഒരു എൻട്രി ലെവലിലാണെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് കേസ് നമ്മൾ പ്രിപ്പറേഷൻ നല്ലപോലെ പഠിച്ചിരിക്കണം. അപ്പോൾ അത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ നല്ലപോലെ ആയിരിക്കണം. പിന്നെ നമ്മൾ ഞാനത് സ്കിൽസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയമാകുമ്പോൾ ഞാൻ പറയാം. അപ്പം ആ സമയത്ത് നമുക്ക് അത് സംസാരിക്കാം. അപ്പം എന്താണ് ഈ ഒരു പർട്ടിക്കുലർ സ്പീഡ് ഉണ്ടോ? ഇല്ല, പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ. അപ്പം ടെസ്റ്റ് കേസുകൾ നമ്മൾ അത് എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പറഞ്ഞോ. SDLC ഇവർക്ക് അജൈൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാവോ? ഓക്കെ. അപ്പം അജൈൽ മോഡൽ അല്ലെങ്കിൽ ഈ വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്റ്റ് മാനേജ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ്. അപ്പം നമ്മൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനികളിൽ നമ്മൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അത് എൻഡ് ചെയ്യുന്ന വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഈ ഒരു എന്തെന്ന് പറയുന്നത് പ്രൊജക്റ്റ് മാനേജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇതെന്ന് പറയുന്നത്, ഈ മോഡൽസ് എന്ന് പറയുന്നത്. അതിൽ
ഫസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്തിരുന്നത് വാട്ടർഫോൾ മോഡൽ എന്നായിരുന്നു. വാട്ടർഫോൾ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ഡെവലപ്മെന്റ് എൻഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫുൾ ഫംഗ്ഷനാലിറ്റീസും ഇപ്പോൾ ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിന്റെ ലോഗിൻ പേജും പിന്നെ അതിന്റെ ഈ പ്രൊഡക്റ്റും എല്ലാം ഡെവലപ്പ് ചെയ്ത് അവസാന നിമിഷമായിരിക്കും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത്. അപ്പം ആ പർട്ടിക്കുലർ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. പക്ഷേ അജൈൽ മോഡൽ എന്ന് പറയുമ്പോൾ സ്പ്രിന്റ് ആയിട്ടായിരിക്കും. സ്പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാട്ടായിരിക്കും നമ്മൾ എൻഡ് യൂസേഴ്സിന് റിലീസ് ചെയ്യുന്നത്. നമ്മൾ ഒറ്റയടിക്ക് ഒരുമിച്ച് നമ്മൾ റിലീസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ലോഗിൻ പേജ് നമ്മൾ ഒരു സ്പ്രിന്റ് നോർമലി ഒരു മിക്ക കമ്പനികളും 2 വീക്സ് ആണ്, ചിലത് 1 മന്ത് എടുക്കാറുണ്ട്. അപ്പം 2 വീക്സിനുള്ളിൽ ഒരു ഫംഗ്ഷൻ മാത്രം ചെയ്യും, എന്നിട്ട് അത് റിലീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോഗിൻ ഫംഗ്ഷൻ മാത്രമാണ്, ലോഗിൻ ഫംഗ്ഷൻ മാത്രം എഴുതുക, ദെൻ അത് ഡെവലപ്പ് ചെയ്യുന്നു, അതിനുശേഷം അവിടുന്ന് അത് എന്ത് ചെയ്യുന്നു, ആ ലോഗിൻ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ സ്പ്രിന്റ് തീരുമ്പോൾ ആ ലോഗിൻ ഫംഗ്ഷന്റെ കംപ്ലീറ്റ് ചെയ്യുന്നു. അത് നെക്സ്റ്റ് സ്പ്രിന്റിലായിരിക്കും ചിലപ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതിനുശേഷം അതിന്റെ ടെസ്റ്റിംഗ് നടക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിന്റെ ടെസ്റ്റ് കേസസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നു, ദെൻ അത് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പാർട്ടായിട്ട് അല്ലെങ്കിൽ നോട്ട് ഫുള്ളി ഡെവലപ്പ് ചെയ്തിട്ടല്ലാതെ അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ കമ്പനികളിൽ ടെസ്റ്റേഴ്സിന്റെ ആവശ്യം കൂടുതലായി അജൈൽ മോഡൽ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷമാണ്. കാരണം പണ്ടായിരുന്നുണ്ടെങ്കിൽ വൺസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ വാട്ടർഫോൾ മോഡലിൽ. അപ്പോൾ ചിലപ്പോൾ ഡെവലപ്പേഴ്സ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ബോത്ത് ഡൂയിങ് പാരലലി, ഡെവലപ്മെന്റും ടെസ്റ്റിങ്ങും പാരലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ അജൈൽ മോഡലിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടെസ്റ്റേഴ്സിന്റെ നീഡ് ആവശ്യം വന്നത്. ഇപ്പോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ടെസ്റ്റ് കേസസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നു. വൺസ് അത് അവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റിംഗ്, നമ്മുടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതാണ് അജൈൽ മോഡലിൽ നടക്കുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോ ഇടയ്ക്ക്. അപ്പൊ പിന്നെ ഇതാണ് ഈ SDLC ഉള്ളതുപോലെ തന്നെ STLC എന്ന് പറയും, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ. അപ്പൊ ഇതും നമ്മുടെ ടെസ്റ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഉള്ളതാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം ദ റിക്വയർമെന്റ് അനാലിസിസിൽ നമ്മൾ പാർട്ടായിരിക്കും, ടെസ്റ്റേഴ്സ് നോർമലി പാർട്ടായിരിക്കും. നമ്മൾ ബിസിനസ് യൂസേഴ്സിന്റെയും ഡെവലപ്പേഴ്സിന്റെയും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഓണറിന്റെയും ഒക്കെ കൂടെ നമ്മൾ പാർട്ടാവും. അപ്പൊ നമുക്ക് സജഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ നിന്നാണ് നമ്മൾ ടെസ്റ്റ് പ്ലാനിങ്ങിലേക്ക് വരുന്നത്. അപ്പം ഈ റിക്വയർമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഏതൊക്കെ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, ഏതൊക്കെ ടൂൾസ് ആണ്, ഏതൊക്കെ എൻവിറോൺമെന്റിലാണ്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഇത് ടെസ്റ്റ് കേസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അത് എല്ലാം റെഡി ആയിരുന്നു. ഓട്ടോമേഷൻ ടെസ്റ്റ് കേസ് ആണെങ്കിലും മാനുവൽ ടെസ്റ്റ് കേസ് ആണെങ്കിലും നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ എൻവിറോൺമെന്റ്സ് പല ടൈപ്പ്, ചിലപ്പോൾ വിൻഡോസിലുണ്ടാവും, മാക്കിലുണ്ടാവും, ലിനക്സിൽ, അതുപോലെ തന്നെ മൊബൈൽ, അങ്ങനെ പല എൻവിറോൺമെന്റ്സ് ഉണ്ടാവും, പല ബ്രൗസേഴ്സ് ഉണ്ടാവും. അപ്പൊ ഏത് വെബ് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുന്നു, ദെൻ എക്സിക്യൂട്ട് ചെയ്ത് ടെസ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ. അപ്പൊ ഇതിലും നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ടെസ്റ്റേഴ്സിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒരു റോൾ. ഇപ്പം ആക്ച്വൽ ഒരു എൻട്രി ലെവലിലാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞു, ടെസ്റ്റ് കേസ് പ്രിപ്പറേഷനും പിന്നെ അതിനുശേഷം ടെസ്റ്റിങ്ങും. ആ ടെസ്റ്റ് ബേസ്ഡ് ഓൺ ദ ടെസ്റ്റ് കേസ് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ടെസ്റ്റ് ആക്ച്വൽ ടെസ്റ്റ് എക്സിക്യൂഷൻ ചെയ്യേണ്ടത്. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബഗ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ്. ബഗ് ഈസ് ആൻ എറർ, ഫ്ലോ ഓർ ഫെയിലിയർ ഓർ ഫോൾട്ട് ഇൻ എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ദാറ്റ് പ്രൊഡ്യൂസസ് ആൻ ഇൻകറക്റ്റ് ഓർ അൺഎക്സ്പെക്ടഡ് റിസൾട്ട്. അപ്പം നമ്മൾക്ക് അൺഎക്സ്പെക്ടഡോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടോ റിസൾട്ട് നമുക്ക് ടെസ്റ്റ് കേസ് എഴുതി ആക്ച്വൽ ടെസ്റ്റ് എക്സിക്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ ബഗ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യും. അപ്പം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ബഗ്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം ടെസ്റ്റേഴ്സിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പം നമ്മൾ ടെസ്റ്റിംഗ് ഫേസിലാണ് ഇത് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ബഗ്സ് നമ്മൾ ലോഗ് ചെയ്യണം. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ എൻട്രി സ്റ്റേജിൽ മാനുവൽ ടെസ്റ്റർ ആയിട്ടാണ് നമ്മൾ കയറുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബഗ് നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബഗ് ലോഗ് ചെയ്യണം. ബഗ് നമ്മൾ ഡെവലപ്പേഴ്സിനെയും നമ്മുടെ മറ്റുള്ള ടീം മെമ്പേഴ്സിനെ അറിയിക്കാൻ നമ്മൾ ബഗ് ലോഗ് ചെയ്യണം. അതും ഒരു ടെസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അവിടെ നമുക്കൊരു ബഗ് ഡിഫക്റ്റ് ലൈഫ് സൈക്കിൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ബഗ് ലോഗ് ചെയ്യുമ്പോൾ, ഒരു ബഗ് എഴുതുമ്പോൾ, ഇപ്പം പല ടൂൾസ് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പൊ എൻട്രി ലെവലിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന എക്സലിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതിനുള്ളിൽ ഒരു ബഗ് ഐ ഡി ഉണ്ടാവും, ഞാൻ എഴുതിയില്ല, ബഗ് ഐ ഡി ഉണ്ടാവും, ബഗ് ടൈറ്റിൽ ഉണ്ടാവും,
സാറിന് ഈ ടെസ്റ്റ് ബഗ് മാനേജ്മെന്റ് ടൂൾ ID ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, നമ്മൾ കൊടുക്കുന്നതല്ല. പക്ഷെ നമ്മൾ എക്സലിലാണ് എഴുതുന്നുണ്ടെങ്കിൽ ID നമ്മളായിട്ട് കൊടുക്കേണ്ടി വരും. ID ഉണ്ടാവും. പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന് എങ്ങനെയാണ് ആ ബഗ് ക്രിയേറ്റ് ചെയ്തത് അതിന്റെ സ്റ്റെപ്സ് എഴുതണം. പിന്നെ ആക്ച്വൽ ആൻഡ് എക്സ്പെക്ടഡ് റിസൾട്ട്സ്, ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ. അപ്പോൾ റീപ്രൊഡക്ഷൻ സ്റ്റെപ്പിൽ നമ്മൾ സ്ക്രീൻഷോട്ട്സ് ഒക്കെ ആഡ് ചെയ്താലേ നമുക്ക്, അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം നമുക്ക്. പിന്നെ ഈ സിവിയറിറ്റി, എത്രത്തോളം സിവിയർ ആണ് ആ ബഗ്. പിന്നെ പ്രിയോറിറ്റി, എത്രത്തോളം പ്രിയോറിറ്റിയിൽ അത് ഫിക്സ് ചെയ്യണം. പിന്നെ ആർക്കെങ്കിലും അസൈൻ ചെയ്ത്, നമ്മളിപ്പം ഡെവലപ്പേഴ്സിന് ആർക്കെങ്കിലും അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. പിന്നെ ഇതിന്റെ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് ആണ് ബഗ് ഓർ ഡിഫക്റ്റ് ലൈഫ് സൈക്കിളിൽ വരുന്നത്. അപ്പം ഇതിന്റെ ബഗ് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ന്യൂ എന്നുള്ള ബഗ് ആയിരിക്കും. അപ്പം നമ്മളത് ബഗ് ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മളത് എന്നിട്ട് കോർ ടീം മെമ്പേഴ്സിനെ ഒക്കെ അറിയിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ചിലപ്പോൾ ഡെവലപ്പേഴ്സും ബിസിനസ് ഓണേഴ്സും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓണേഴ്സും ബിസിനസ് അനലിസ്റ്റ് അവരൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫോൾസ് പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ ശരിയല്ലായിരിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബഗ് അക്കോർഡിംഗ് ടു റിക്വയർമെന്റ് അങ്ങനെ ഒരു ബഗ് ഇല്ല, അങ്ങനെ റിജക്ട് ചെയ്യാം. ആക്ച്വൽ ബഗ് ആണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ സ്റ്റേറ്റിലേക്ക് വരും, അല്ലെങ്കിൽ ഇൻ പ്രോഗ്രസ് സ്റ്റേറ്റിലേക്ക് വരും. അപ്പോഴാണ് സിവിയറിറ്റി പ്രിയോറിറ്റി നോക്കുന്നത്. പ്രിയോറിറ്റിയും സിവിയറിറ്റിയും ഒക്കെ കുറവാണ്, അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെക്കും, അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് അത് എടുത്തിട്ട് അത് ഫിക്സ് ചെയ്യുന്നു. ദെൻ നമ്മളത് റീടെസ്റ്റ് ചെയ്യുന്നു. റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും എറർ ആണെന്നുണ്ടെങ്കിൽ റീ ഓപ്പൺ ചെയ്ത് വീണ്ടും അവർക്ക് കൊടുക്കുന്നു, അവരത് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ റീടെസ്റ്റ് ചെയ്ത് ഫൈനലി നമ്മളത് ക്ലോസ് ചെയ്യുന്നു. അപ്പം ഈ ഒരു സംഭവം നമ്മുടെ ടെസ്റ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ പെട്ടതാണ്. ഈ ഒരു ബഗിന്റെ ഈ ലൈഫ് സൈക്കിൾ പഠിക്കുകയും ബഗ് എങ്ങനെ നമുക്ക് അത് ലോഗ് ചെയ്യുകയും അതുപോലെ തന്നെ ബഗിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത് ബഗ് ഫൈനലി ക്ലോസ് ചെയ്യുന്നവരെയും നമ്മുടെ ടെസ്റ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി പെട്ടതാണ്. അപ്പോൾ ഒരു എൻട്രി ലെവലിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ, ടെസ്റ്റ് കേസ് പ്രിപ്പറേഷൻ, ടെസ്റ്റിങ്, അതുപോലെ തന്നെ ബഗ് ക്രിയേഷൻ ആസ് എ മാനുവൽ ടെസ്റ്റർ, ഇത് മൂന്ന് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സ്വന്തമായിട്ടൊക്കെ പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോകാതെ സ്വന്തമായിട്ടൊക്കെ പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ എന്റെ വീഡിയോസ് ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷിലൊക്കെയുള്ള ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ജസ്റ്റ് നോക്കുക, എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്രൊജക്റ്റോ വല്ലോ എടുത്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഗിറ്റ് ഹബിലോ അങ്ങനെ ഏതെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് റെസ്യൂമിൽ വെക്കുക, നമ്മൾ ചെയ്തിട്ടുണ്ട് ബഗ് ഇതിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അത് കാണിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആവും. അപ്പൊ നമ്മൾ ഏത് സൈറ്റ് വേണമെങ്കിലും എടുത്ത് നമുക്ക് ചിലപ്പോൾ മിക്ക സൈറ്റിലൊക്കെ ഓൾറെഡി ആരും ഒന്നും ബഗ് ഫ്രീയോ ഡിഫക്ട് ഫ്രീയോ ഒന്നും ആയിരിക്കില്ല, നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ സാമ്പിൾ ഡെമോ സൈറ്റ്സ് ഒക്കെ സെർച്ച് ചെയ്താൽ തന്നെ ഒക്കെ കുറെ കിട്ടും. ഡെമോ സൈറ്റ്സ് ഫോർ ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കുറെ സൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ സ്വന്തമായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. നമുക്ക് എന്താണ്, ഈ കോഴ്സിന് ചേരാതെ പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റും. കാരണം ഇത് റോക്കറ്റ് സയൻസ് ഒന്നും അല്ല ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചൊരു ഡെഡിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് സ്കിൽസ് എന്തൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ സ്കിൽസ് എന്തൊക്കെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഫസ്റ്റ് അനാലിറ്റിക്കൽ സ്കിൽസ് ആണ്. അനാലിറ്റിക്കൽ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രോബ്ലം ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അനലൈസ് ചെയ്ത്, ഇപ്പം ഈ റിക്വയർമെന്റ് അനാലിസിസ് നമ്മൾ വരുമെന്ന് പറഞ്ഞു. അപ്പൊ റിക്വയർമെന്റ് അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ അത് വെച്ച് ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ടെസ്റ്റ് കേസ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഒരു കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ഒക്കെ തിങ്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അനലൈസ് ചെയ്തിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു സ്കിൽ നമുക്ക് വേണം. പിന്നെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ, നമ്മൾ ഈ ഡോൺ കെയർ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവരുത്. നമ്മൾ എല്ലാ കാര്യങ്ങളും, കാരണം ചെറിയൊരു കാര്യം മിസ് അതായിരിക്കും ചിലപ്പോൾ നമ്മൾ എൻഡ് യൂസേഴ്സ് ബഗ് കിട്ടുന്നത്. നമുക്ക് എനിക്കൊക്കെ ഇഷ്ടംപോലെ എക്സാം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വിട്ട് ജസ്റ്റ്, അതുകൊണ്ട് ഫുൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം. നമ്മൾ അശ്രദ്ധ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഇതിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പം പ്രത്യേകിച്ചും ക്രിട്ടിക്കൽ പ്രൊജക്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഹെൽത്ത് കെയറോ അങ്ങനെയൊക്കെയുള്ള ക്രിട്ടിക്കൽ പ്രൊജക്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല പണിയാണ്. ഇപ്പം തന്നെ കുറെ ഇപ്പൊ തന്നെ ഏതോ ഒരു പിന്നെ ഫ്ലൈറ്റിന്റെ ഞാൻ വായിച്ചിരുന്നു, ഫ്ലൈറ്റിന്റെ പേര് ഞാൻ മറന്നുപോയി. അവരുടെ ഇങ്ങനെ ഇതേപോലെ ബഗ് ഇത് കണ്ടുപിടിക്കാഞ്ഞിട്ട് അവർക്ക് എത്രത്തോളം കോടി ഡോളറിന്റെ നഷ്ടമൊക്കെ ഉണ്ട്. അത് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇല്ലാത്തതുകൊണ്ടാണ്, ചെറിയ മിസ്സായിരുന്നു. അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്, ഒരു 4-5 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. പിന്നെ പ്രോബ്ലം സോൾവിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മൾ പ്രോബ്ലം സോൾവിങ് ആയിരിക്കണം. നമ്മൾ ഒരു ബഗ് കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഡെവലപ്പേഴ്സിനോട് പറയാൻ പറ്റും, നമുക്ക് അത് എങ്ങനെ ഫിക്സ് ചെയ്യാം, അത് ഇങ്ങനെ ഫിക്സ് ചെയ്താൽ അത് ഓക്കെ ആവുന്നുള്ളൂ. അപ്പൊ ആ ഒരു പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് നമ്മൾ തിങ്ക് ചെയ്ത്, അപ്പൊ അതുകൊണ്ടുള്ള അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കരിയർ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ പറയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ട സ്കില്ലാണ് ഒരു ആസ് എ ടെസ്റ്റർ. നമ്മൾ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല, പക്ഷെ ഈ ഒരു സ്കില്ല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണം. വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അത് ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ
ഒരാളോട് നമ്മളിപ്പോൾ ഒരു ബഗ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നമ്മൾ റിക്വയർമെന്റ് അനാലിസിസ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, നമ്മൾ സംസാരിച്ച് അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇപ്പൊ ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ ബഗ് പ്രിപ്പയർ ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ എഴുതുകയാണ്. അപ്പം ഏറ്റവും നമ്മൾ ഒരു ബഗിന്റെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ ഒരു എസ്സേ പോലെ ഒന്നും എഴുതരുത്, ചുരുങ്ങിയ വേർഡ്സിലായിരിക്കണം ഒരു സെന്റൻസ്, പക്ഷെ അത് മീനിങ് ഫുള്ളും ആയിരിക്കണം. അപ്പം അല്ലെങ്കിൽ നമ്മൾ എഴുതി വരുമ്പോൾ നമ്മളൊരു ബഗ് ഇപ്പം കണ്ടുപിടിച്ച് അവിടെ ഇങ്ങനെ വന്ന് അങ്ങനെ വന്നു പറഞ്ഞാൽ കഥ എഴുതുന്ന പോലെ ബഗിന്റെ ടൈറ്റിൽ ഒന്നും എഴുതാൻ പാടില്ല. ചുരുങ്ങിയ സെന്റൻസിനുള്ളിൽ ഇപ്പൊ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം ചെയ്യുന്ന ഒരു രീതിയാണ്, നമ്മൾ ഇതിൽ ബഗ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഗിന്റെ ഡീറ്റെയിൽ കൊടുക്കും, എന്നിട്ട് ബഗ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ചാറ്റ് ജി പി ടി അടിച്ചു കൊടുക്കും. അപ്പോൾ ചാറ്റ് ജി പി ടിയിൽ ഒരു ടൈറ്റിൽ നമുക്ക് കിട്ടും, പിന്നെ അതേ ഞാൻ കുറച്ചുകൂടെ ഹ്യൂമനൈസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പം പക്ഷേ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. പിന്നെ ടൈം മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ സ്കില്ല്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ടൈമിനുള്ളിൽ ടാസ്ക് തീർക്കുക. കാരണം ഇതൊക്കെ ഈ ഡെഡ് ലൈൻസ് ഒക്കെ മീറ്റ് ചെയ്യണം. നമുക്ക് കറക്റ്റ് ടൈം, ഒരു പ്രൊഡക്റ്റ് റിലീസ് നമ്മളെ ടെസ്റ്റേഴ്സിനെ ഏതാണോ ടെസ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ടൈം ഒക്കെ, ഡെഡ് ലൈൻ ഒക്കെ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ മീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ടീം കൊളാബറേഷൻ ആണ് ഓർഗനൈസേഷൻ. ടീം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ടെസ്റ്റേഴ്സ് മാത്രമായിരിക്കില്ല, ഡെവലപ്പേഴ്സ് ഉണ്ടാവും, ബിസിനസ് അനലിസ്റ്റ് ഉണ്ടാവും, പ്രൊഡക്റ്റ് ഓണേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ബിസിനസ് യൂസേഴ്സ് ഉണ്ടാവും, സ്ക്രം മാസ്റ്റർ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള എല്ലാ ആൾക്കാരോട്, അപ്പൊ അവരുടെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഒരു സ്കിൽസ്, ആ ഒരു സ്കിൽസ് ഉണ്ടാവണം. പിന്നെ ക്യൂരിയോസിറ്റി, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ എന്ത് കണ്ടാലും നമ്മളൊരു സംശയത്തോടെ തന്നെ നോക്കണം. അപ്പൊ അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ക്യൂരിയോസിറ്റി ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ജോബാണ് ടെസ്റ്റിംഗ്. നമ്മൾ എന്തോ കണ്ടാലും അത് എന്തുകൊണ്ട് ഇങ്ങനായി, അപ്പൊ അങ്ങനെയുള്ള ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത ബഗ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും ക്യൂരിയസ് ആയിരിക്കണം. പിന്നെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മൾ പ്രത്യേകിച്ചും മറ്റുള്ള ആൾക്കാരുമായിട്ട്, ചിലപ്പോൾ ഡെവലപ്പേഴ്സായിട്ടൊക്കെ ഉടക്കൊക്കെ ഉണ്ടാകേണ്ടി വരും. അപ്പൊ നമ്മൾ പ്രൊഫഷണലായി തന്നെ, അത് പേഴ്സണൽ വെക്കാതെ പ്രൊഫഷണലായി തന്നെയുള്ള ആറ്റിറ്റ്യൂഡിലൂടെ നമ്മൾ പോകണം. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം എപ്പോഴും. നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഓവർ വർക്കൊക്കെ തന്നാലും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് വരെ നമ്മൾ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. പിന്നെ പാഷൻ ഉണ്ടാവണം. അതൊരു പാഷൻ ആൻഡ് പേഷ്യൻസ് ഒരുമിച്ചാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഈ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ചിലപ്പം ഭയങ്കര ബോറിംഗ് ആവും. ഇപ്പൊ ഞാൻ ലെവൽസ് പറഞ്ഞല്ലോ ടെസ്റ്റിങ്ങിന്റെ. അപ്പൊ നമ്മൾ ഈ സിസ്റ്റം ടെസ്റ്റിങ്ങിലും ഇന്റഗ്രേഷൻ ടെസ്റ്റിങ്ങിലും ഒക്കെ ചിലപ്പോൾ സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആവും. അപ്പൊ നമ്മൾ ടെസ്റ്റിംഗിൽ ഒരു പാഷൻ ഉണ്ട്. അപ്പൊ ചിലപ്പം നമ്മൾ സിസ്റ്റം ടെസ്റ്റിംഗ് കണ്ടുപിടിക്കാത്തതായിരിക്കും നമ്മൾ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിൽ, അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് കണ്ടുപിടിക്കാത്തതായിരിക്കും സിസ്റ്റം ടെസ്റ്റിംഗിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പാഷനും പിന്നെ ആ പേഷ്യൻസും ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റിംഗിൽ സക്സീഡ് ആവാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു പാഷൻ ആൻഡ് പേഷ്യൻസും നമുക്ക് സോഫ്റ്റ് സ്കിൽസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പം ഇതാണ് സോഫ്റ്റ് സ്കില്ല്. ഇനി ടെക്നിക്കൽ സ്കിൽസ് ആണ്. ഇത് ആദ്യം തന്നെ ടെക്നിക്കൽ സ്കിൽസിൽ എല്ലാവർക്കും ഇത് തന്നെ ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആസ് എ ടെസ്റ്റർ നമുക്ക് ജോബ് കണ്ടുപിടിക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. അപ്പം ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലോ അല്ലെങ്കിൽ വായിച്ച് നോക്കിയാലേ തന്നെ കിട്ടും. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്താണെന്നും അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ. ഇപ്പോൾ ഓൾറെഡി ഞാനത് പറഞ്ഞു തന്നു, ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ. അതുപോലെ തന്നെ ടെസ്റ്റിംഗിന്റെ മെത്തഡോളജീസ്, അത് ഈ ടെസ്റ്റിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെവൽസും പിന്നെ ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗും ഉണ്ട്. അപ്പം ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലാക്ക് ബോക്സ് ആൻഡ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ് ഏറ്റവും ഒരു ബേസ് ലെവൽ എന്ന് പറയുന്നത്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് യൂണിറ്റ് ടെസ്റ്റിംഗിനാണ്, അത് ഡെവലപ്പേഴ്സ് ആണ്. ബ്ലാക്ക് ബോക്സ് ആണ് ആക്ച്വൽ ടെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് തന്നെ ഫംഗ്ഷണൽ ആൻഡ് നോൺ ഫംഗ്ഷണൽ ലെവലിലേക്ക് പോകും. അപ്പോൾ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് ആണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്ന മാനുവൽ ടെസ്റ്റിംഗ്, ആക്ച്വൽ ഈ ഫംഗ്ഷണൽ ലെവലിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് ആണ് ഈ സിസ്റ്റത്തിന്റെ ഈ ആപ്ലിക്കേഷന്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ അതിന്റെ സെക്യൂരിറ്റി, അതുപോലെ തന്നെ ആക്സസിബിലിറ്റി, എത്രത്തോളം ആക്സസിബിൾ ആണ്. അപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് നോൺ ഫംഗ്ഷണൽ ലെവലിലേക്ക് വരുന്നത്. അപ്പൊ ഇതൊക്കെ ബേസിക് ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. കാരണം എൻട്രി ലെവലിൽ എന്തൊക്കെ ആയാലും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതൊന്നെങ്കിൽ യൂട്യൂബ് നോക്കിയോ അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് വായിച്ച് പഠിക്കുക. അപ്പോൾ അതൊരു കിട്ടും. പിന്നെ വേണ്ട ഓക്കെ, പിന്നെ വേണ്ടതാണ് ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്യുന്ന ഒരു ഫോർമാറ്റ്. ഇപ്പൊ ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്യാൻ നമ്മൾ ആക്ച്വൽ ഒരു ടെസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവണം. നമ്മൾ എന്ത് ചെയ്യാനാണ് ടെസ്റ്റ് കേസ്, ദെൻ അതിന്റെ സ്റ്റെപ്സ് ഉണ്ടാവും, എന്ത് ചെയ്താലാണ് ആക്ച്വൽ ടെസ്റ്റ് കേസ് നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റുന്നത്, ദെൻ ആക്ച്വൽ റിസൾട്ട് ആൻഡ് എക്സ്പെക്ടഡ് റിസൾട്ട്സ്. ആ ഒരു ഫോർമാറ്റിലെ ടെസ്റ്റ് കേസ് ഡിസൈഡ് ചെയ്യാം. അപ്പൊ ടെസ്റ്റ് കേസ് ഡിസൈഡ് ചെയ്യാൻ നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ഏത് പിന്നെ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ തന്നെ ചിലപ്പോൾ ബോറിംഗ് ആയിട്ട്, പക്ഷെ നമ്മൾ തന്നെ കുറെ ടെസ്റ്റ് കേസ് എഴുതി വരുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. അപ്പം നമുക്ക് ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്യാം. പിന്നെ
നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് എ ടെസ്റ്റ് മാനേജ്മെന്റ് ടൂൾ. ഇപ്പം പല പല ടെസ്റ്റ് മാനേജ്മെന്റ് ടൂൾസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ജിറ ഒരു എക്സാമ്പിൾ ആണ്. അപ്പം അതിന്റെയൊക്കെ വേണമെങ്കിൽ ട്രയൽ വേർഷൻ എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. എക്സൽ ആദ്യം ഒന്ന് എഴുതി പഠിച്ചിട്ട് അല്ലെങ്കിൽ ജിറയുടെ ട്രയൽ വേർഷൻ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഡിഫക്ട് ട്രാക്കിംഗ് ടൂൾ ഉണ്ട്, അത് ഓപ്പൺ സോഴ്സ് ഉണ്ട്, ബക്സില്ല എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ സോഴ്സ് ടൂൾ ഉണ്ട്, അത് വേണമെങ്കിൽ നോക്കുക. അപ്പൊ അതും നമ്മളിത് പഠിച്ചു വെക്കുക. ഇതൊന്നും സത്യം പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ എന്ന് പറഞ്ഞാലും IT ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തവർക്കും ഇതൊക്കെ പഠിക്കാന്നുള്ളതേ ഉള്ളൂ. ഈ പറഞ്ഞ ഇത്രയും വരെ കാര്യങ്ങൾ IT അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ IT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരും വലിയ എഫർട്ട് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡിഫക്ട് ട്രാക്കിംഗ്. ഇനി അടുത്ത തൊട്ടിട്ടാണ് ഒരു SQL അല്ലെങ്കിൽ ഡാറ്റാബേസ് നോളജ്. അതൊരു കുറച്ച് കൊറീസ് ഒക്കെ നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ചിലപ്പോൾ ഡാറ്റാബേസിലൊക്കെ പോയി ചെറിയ ചെറിയ കൊറിയൊക്കെ എഴുതി നമ്മൾ ചെയ്യുന്ന റിസൾട്ട്സ് ചിലപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സിമ്പിൾ ആയിട്ട് SQL ബേസിക്സ് ഒക്കെ കുറച്ച് പഠിക്കുക, കൊറീസ് ഒക്കെ എഴുതുന്ന കുറച്ച് പഠിക്കേണ്ടി വരും. പിന്നെ പ്രോഗ്രാമിംഗ് നോളജ്, അത് വേണ്ടത് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിനാണ് പ്രോഗ്രാമിംഗ് നോളജ്. അപ്പം ഏതെങ്കിലും ഒരു പ്രോഗ്രാം, ഇപ്പൊ ജാവ ആയിക്കോട്ടെ, പൈതൺ ആയിക്കോട്ടെ, C# ജാവാസ്ക്രിപ്റ്റോ, ഏതെങ്കിലും ഒരു ലാംഗ്വേജിന്റെ ബേസിക് നോളജ്. ഇപ്പൊ IT ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവരാണെങ്കിൽ ഓൾറെഡി അവർ കോളേജുകളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അല്ലാത്തവര് ജസ്റ്റ് യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കുക. അപ്പൊ അവിടെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഊപ്സ് കൺസെപ്റ്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഊപ്സ് കൺസെപ്റ്റ്സ് നല്ലപോലെ ഇതാക്കി കഴിഞ്ഞാൽ, നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതാനും ഈസി ആയിരിക്കും നമുക്ക്. പിന്നെ അതിന്റെ സിന്റാക്സിസ് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്, അത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം ആ നോളജ് ഓഫ് പ്രോഗ്രാമിംഗ്, പിന്നെ ഒരു ഓട്ടോമേഷൻ ടൂൾ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ബേസ് ഓഫ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് സെലേനിയം ആണ്. അത് പക്ഷേ കോഡിംഗ് ആണ് അതിൽ വരുന്നത്. കോഡിംഗ് ഇല്ലാതെ കുറെ ടൂൾസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ പെയ്ഡ് ടൂൾസ് ആണ്, ഫ്രീ ആയിട്ടുള്ള ടൂൾസ് അല്ല. അപ്പം ഏതെങ്കിലും ഒരു നോളജ് ഓഫ് അതിന്റെ അറ്റ്ലീസ്റ്റ് ബേസിക് എങ്കിലും പഠിച്ചു വെക്കുക. അപ്പം അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്രീ റിക്വസിറ്റ് ആയിട്ട് പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ടാവണം. അപ്പൊ അത് രണ്ടും പഠിക്കുക. അപ്പം അത് IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അറ്റ്ലീസ്റ്റ് കോളേജിലെങ്കിലും ഒരു നോളജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഈസി ആയിട്ട്, കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അല്ലാത്തവർ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളതാണ് വേർഷൻ കൺട്രോൾ. ഇപ്പം ഗിറ്റ് ഹബും ഗിറ്റ് ലാബും അങ്ങനെയുള്ള വേർഷൻ കൺട്രോൾ ഗിറ്റ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതുകൊണ്ട് പഠിക്കാനുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ സ്വന്തമായിട്ടാണ് ഒരാൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഗിറ്റിലേക്ക് നമുക്ക് നമ്മുടെ പ്രൊജക്ട്, നമ്മൾ സാമ്പിൾ പ്രൊജക്ട് ചെയ്യാം, അതിലേക്ക് ആഡ് ചെയ്യുക, അത് CV-യിൽ ആഡ് ചെയ്യുക, അതിന്റെ ലിങ്ക് ആഡ് ചെയ്യുക. അപ്പം നമുക്ക് ഈ നോക്കുന്നവർക്ക് എൻട്രി ലെവലിലാണെങ്കിൽ തന്നെ, ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ സ്റ്റാർട്ടപ്സ് ഉണ്ട്. സ്റ്റാർട്ടപ്പുകളിലൊക്കെ നമുക്ക് എൻട്രി ലെവലിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ കൊച്ചി ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും സ്റ്റാർട്ടപ്പുകൾ ഇഷ്ടം പോലെ. ഞാൻ കഴിഞ്ഞ ഒരു 6-7 വർഷം കൊണ്ട് വന്ന മാറ്റമായിട്ട് ഞാൻ നോക്കുന്നത്. കാരണം കുറെ സ്റ്റാർട്ടപ്പുകൾ എനിക്ക് തന്നെ അറിയാവുന്ന കുറെ എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരൊക്കെ സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ കുറെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ടെസ്റ്റേഴ്സിനെയൊക്കെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത്ര സാലറി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എൻട്രി ലെവലിലുള്ളതാണ്. അപ്പൊ ഈ ഒരു നോളജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇവിടെയൊക്കെ ജോബ് കിട്ടാനും, ചെറിയ സാലറി ആണെങ്കിലും ആദ്യം കുറച്ച് എക്സ്പീരിയൻസ് ആവാൻ ചെറിയ കമ്പനിക്ക് കയറുക. അപ്പോൾ എന്നിട്ട് പിന്നെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഒരു 2 വർഷം മിനിമം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഗുഡ് സാലറി. ഡെവലപ്പേഴ്സിന്റെ സെയിം സാലറി തന്നെ നമുക്ക് കിട്ടും ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് എഫർട്ട് എടുത്ത് പഠിക്കുക. അപ്പം മീൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരുടെടുത്തെങ്കിലോ അല്ലെങ്കിൽ മീൻസ് എന്നോടോ എന്നെ അറിയാവുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എപ്പോഴേലും ഫ്രീ ആവുകയാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ടെസ്റ്റിംഗിൽ റിയലി ഇൻട്രസ്റ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ സ്കിൽസ് എന്ന നിലയിൽ ഈ ഒരു കാര്യങ്ങൾ ബേസിക്കലി ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. ആൻഡ് CV-യിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ആഡും ചെയ്യാൻ പറ്റും. നമുക്ക് ഇതൊക്കെ അറിയാം, ടൂൾസ് ഇതിലൊക്കെ ഉള്ള ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ CV-യിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇതാണ് ഡിഫറെന്റ് ഞാനിപ്പോൾ പറഞ്ഞതിന്റെ ടൂൾസ് ആണ്. ഇപ്പൊ ടെസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറെ ടൂൾസ് ഉണ്ട്. പ്രധാനപ്പെട്ട ടൂൾസ് ആണ് ജിറയും ടെസ്റയിലും. ഇപ്പൊ ജിറയും ഇത് രണ്ടും പെയ്ഡ് ആണ്, പക്ഷെ ജിറയുടെ നമുക്ക് ട്രയൽ വേർഷൻ യൂസ് ചെയ്യാം. ട്രയൽ വേർഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതിന്റെ അകത്ത് നമ്മുടെ വേണമെങ്കിൽ നമുക്ക് പ്രൊജക്ട് മാനേജ്മെന്റിന് തന്നെ ജിറ യൂസ് ചെയ്യാം. നമ്മൾ ഒരു സ്പ്രിന്റ്, ഞാൻ ആദ്യം പറഞ്ഞ ഈ അജൈൽ മോഡലിൽ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത്, അപ്പൊ നമുക്ക് ഇഥവാ നമ്മൾ കമ്പനികളിലൊന്നും വർക്ക് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചുമ്മാ ഏതെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്യുവാണെന്ന് വെച്ചിട്ട് ആ പ്രൊജക്ടിന്റെ ഇപ്പൊ സൈൻ ഇൻ ഇതാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ടിക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ അതിന്റെ എന്തെങ്കിലും ബഗ് കിട്ടിയെന്ന് പറഞ്ഞാൽ ബഗ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്കൊരു എക്സ്പീരിയൻസ് ആവും. അതുപോലെ തന്നെ ബഗ് ട്രാക്കിംഗ് ടൂൾ ആണ് ജിറ, ബഗ്സില്ല, റെഡ്മൈൻ. ഇതിൽ ബഗ്സില്ലയും റെഡ്മൈനും ഓപ്പൺ സോഴ്സ് ആണ്. അപ്പൊ അത് മേടിച്ച് വേണമെങ്കിൽ നമുക്ക് അതിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ട് ബഗ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഞാൻ പറഞ്ഞ ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് മാനേജ്മെന്റും ബഗ് ട്രാക്കിംഗ് ടൂൾ വഴി എഴുതി കഴിഞ്ഞാൽ ടെസ്റ്റ് കേസ് ഒക്കെ പ്രിപ്പയർ ചെയ്തതും അതിനുശേഷം ബഗ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക്
കുറച്ചുകൂടെ നമുക്ക് എക്സ്പീരിയൻസ് ആവും. പിന്നുള്ളതാണ് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ടൂൾ. അതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതിൽ സെലേനിയം പഠിക്കാനാണ്. സെലേനിയം പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. QTP UFT വേറെയാണ്, അതൊരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നോർമലി യൂസ് ചെയ്യാറുള്ളത്. പിന്നെ പ്ലേവറൈറ്റ് മൈക്രോസോഫ്റ്റിന്റെ ആണ്, അതിപ്പം കയറി വരുന്നുണ്ട്. അതും ഒരു ഓപ്പൺ സോഴ്സ് ടൂൾ തന്നെയാണ്. സെലേനിയത്തെക്കാളും കുറച്ചുകൂടെ എക്സിക്യൂഷൻ സ്പീഡൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കുറെ പേരൊക്കെ അതിപ്പം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സെലേനിയം തന്നെയാണ് ഇപ്പോഴും സത്യം പറഞ്ഞാൽ ബേസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. കാരണം സെലേനിയത്തിന്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ലാംഗ്വേജസ്, ഇപ്പം ഞാൻ ഏറ്റവും ജാവ യൂസ് ചെയ്തിട്ടുണ്ട്, C# യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പൈത്തണിൽ ഇപ്പം നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട്, ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജ് നമുക്ക് സെലേനിയത്തിന്റെ കോഡ് എഴുതി നമുക്ക് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സൈപ്രസ് ഉണ്ട്, ടെസ്റ്റ് കംപ്ലീറ്റ് ഉണ്ട്, കാറ്റലോൺ സ്റ്റുഡിയോ ഉണ്ട്, ടോസ്ക ഉണ്ട്. അതൊക്കെ പെയ്ഡ് ടൂളാണ്. ഈ കാറ്റലോൺ സ്റ്റുഡിയോ, ടോസ്ക ഇതൊക്കെ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നോ കോഡാണ്, കോഡിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കിട്ടും. അത് ചില കമ്പനികൾസ് ഒക്കെ അങ്ങനെ കോഡിങ് ആവശ്യമില്ലാതെ തന്നെ കുറച്ചുകൂടെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് API ടെസ്റ്റിംഗ് ടൂൾ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ടൂൾസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ CV-യിൽ വെക്കുകയും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പം API ടെസ്റ്റിംഗ് ടൂളിന്റെ ഇതിൽ പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതും കോഡൊന്നും ഇല്ലാത്ത API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു കോളാണ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ആണ്. നമ്മളെ ഫ്രണ്ട് എൻഡിനെയും ബാക്ക് എൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കോളാണ്. അപ്പോൾ നമ്മൾ ബാക്ക് എൻഡിലേക്ക് നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഡേറ്റ പാസ് ചെയ്യണം, അല്ലെങ്കിൽ അവിടുത്തെ ഡേറ്റ എഡിറ്റ് ചെയ്യണം, അല്ല അവിടുന്ന് ഇങ്ങോട്ട് ഡേറ്റ വലിക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ് ഇങ്ങനെ പറഞ്ഞ കുറെ കോൾസ് ആണ്. അപ്പൊ ഈ കോൾസ് ഒക്കെ ചെക്ക് ചെയ്യണം. അപ്പൊ ഇതിന് കുറെ എറർ കോഡ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ 200 ആണ്, അല്ലെങ്കിൽ ക്ലൈന്റ് ലെവലിലാണെന്നുണ്ടെങ്കിൽ 500 ആണ്, സെർവർ ലെവലാണ് 400, അങ്ങനെ കുറെ നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ അതിനുശേഷം പോസ്റ്റ്മാൻ വെച്ചിട്ട് നമുക്ക് സാമ്പിൾ API ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പം പോസ്റ്റ്മാൻ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് API ടെസ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതും നമ്മൾ CV-യിൽ ആഡ് ചെയ്ത്, കാരണം പല കമ്പനീസ് ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട് ഓട്ടോമേഷൻ ടെസ്റ്റിംഗിന്റെ കൂടെ തന്നെ API ടെസ്റ്റിംഗ് അറിയാവുന്നവരുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ബാക്കി റെസ്റ്റ് അഷ്യൂർഡും കരാട്ടെ എന്ന് പറയുന്നത് കോഡിങ് അറിയണം. അപ്പം അത് ഈ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലാണ്. അപ്പം അത് രണ്ട്. പക്ഷേ പോസ്റ്റ്മാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. പോസ്റ്റ്മാൻ അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ API ടെസ്റ്റിംഗ് അറ്റ്ലീസ്റ്റ് സിമ്പിൾ ആയിട്ട് API ടെസ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നുള്ളതാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ് ടൂൾ. അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് വേണമെങ്കിൽ. പക്ഷേ JMeter വേണമെങ്കിൽ പഠിക്കാൻ പറ്റും നമുക്ക്. അപ്പൊ JMeter ഉണ്ട്, കാറ്റ്ലിംഗ് ഉണ്ട്, ലോഡ് റണ്ണർ ഉണ്ട്, വേറെ ടൂൾസ് ഉണ്ട്. പിന്നെ ഈ വേർഷൻ കൺട്രോൾ ടൂൾസിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു സെൻട്രൽ റിപ്പോസിറ്ററി ഗിറ്റ് ലാബ് അല്ലെ ഗിറ്റ് ഹബ് ഏതെങ്കിലും ഒന്ന് പഠിക്കുക. പിന്നെ ഈ CI/CD ടൂൾസ് അതിപ്പം എൻട്രി ലെവൽ അറിഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഒക്കെ എഴുതി, നമ്മുടെ കോഡ് എഴുതി, നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത് മാനുവലി ടെസ്റ്റ് റൺ ചെയ്യാതെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നമുക്ക് കോഡൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ CI/CD ഇത് വെച്ചിട്ട് ടെസ്റ്റ് നമുക്ക് റൺ ചെയ്യാം. അപ്പൊ നമ്മൾ ഇത് രാത്രിയിലൊക്കെ നൈറ്റിലൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഈ CI/CD ടൂൾസ് പറയുന്നത്. അപ്പൊ അത് എന്താണെന്നൊക്കെ ഉള്ള ഐഡിയ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്റർവ്യൂസിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. പിന്നെ മൊബൈൽ ടെസ്റ്റിംഗ്, മൊബൈലിൽ നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന IPM അല്ലെ എക്സ്പ്രസോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ FPM സെലേനിയുമായിട്ട് ഇത് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം സെലേനിയം വെച്ചിട്ട് നമുക്ക് മൊബൈൽ ഡിവൈസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, മൊബൈൽ ഡിവൈസ് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് എക്സ്പ്രസോ. പിന്നെ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ആണ്. ഇത് ഓപ്പൺ സോഴ്സ് ആണ്, ഈ OSAPS എന്ന് പറയുന്നത്. അപ്പൊ അതും ഒക്കെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആവുന്നേ ഉള്ളൂ. പക്ഷേ ബേസിക്കലി നിങ്ങൾ ആ ഫസ്റ്റ് പറഞ്ഞ ഓട്ടോമേറ്റഡ് API ടെസ്റ്റിംഗ് വരെ എങ്കിലും, പിന്നെ ഈ ബാക്കി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു എന്താണെന്നും കൂടെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ, എന്നിട്ട് അത് CV-യിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ജോബ് കിട്ടാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പൊ ഈ ഒരു ടെക്നോളജീസ് ആൻഡ് ടൂൾസ് ബേസിക് ലെവലിൽ നമ്മളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എൻട്രി ലെവലിലൊക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്താണെന്ന് ജസ്റ്റ് അല്ലെങ്കിൽ സെലേനി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. അപ്പം ഇതൊരു ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടൂൾസ് ആൻഡ് സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ഓട്ടോമേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് നമ്മൾ മാനുവലി യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു, പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു, അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിന് പകരം നമ്മൾ ഒരു ടൂൾസ് അല്ലെങ്കിൽ കോഡ് എഴുതിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എഫിഷ്യൻസി ആൻഡ് സ്പീഡ്, നമ്മൾ മാനുവലി ചെയ്യുന്നതിനേക്കാളും സ്പീഡ് കൂടും. പിന്നെ ആക്യുറേറ്റ് ആയിരിക്കും, കൺസിസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ചിലപ്പം ഫസ്റ്റ് പ്രാവശ്യം ചെയ്യുമ്പോൾ സെക്കൻഡ് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേനും നമുക്ക് അത് മാറും. അപ്പൊ ആക്യുറസി ആൻഡ് കൺസിസ്റ്റൻസി ഇല്ലാതാവും. പിന്നെ എക്സ്റ്റെൻസീവ് ആയിട്ട് ടെക്സ്റ്റ് കവറേജ് ഉണ്ടാവും. പിന്നെ ടെസ്റ്റ് സ്ക്രിപ്റ്റ് നമുക്ക് റീയൂസബിലിറ്റി ചെയ്യാം. പിന്നെ ഈ CI/CD ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കോഡ് CI/CD കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഇത് ആ പൈപ്പ് ലൈനിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ടൂൾസ് ആൻഡ് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും
സോറി, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സെലേനിയം എന്ന് പറയുന്നത്. അപ്പോൾ സെലേനിയം എന്ന് പറയുന്നത്, സെലേനിയത്തിൽ നമ്മൾ കോഡ് കുറേ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമ്മൾ കോഡ് എഴുതുന്നു. അപ്പോൾ സെലേനിയത്തിൽ പ്രധാനമായിട്ടും 2-3 കമ്പോണൻ്റ് ആണ് ഉള്ളത്. അതിൽ ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ സെലേനിയം IDE എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഉണ്ട്. അത് നമ്മൾ കോഡ് ആവശ്യമില്ല. അത് നമ്മൾ ഈ ബ്രൗസറിന്റെ പ്ലഗിനായിട്ട് നമ്മൾ ക്രോമിലോ അല്ലെങ്കിൽ ഫയർഫോക്സിലോ ഒക്കെ നമുക്ക് എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് സെർച്ച് ചെയ്യാം സെലേനിയം IDE എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമുക്കത് നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യാം. അപ്പം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊരു IDEയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ, അതിൽ നോക്കുക. അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നോക്കിയാൽ മതി, സെലേനിയം IDEയുടെ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് റെക്കോർഡ് ആൻഡ് പ്ലേ ബാക്ക് ആണ്. നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക, അതിനുശേഷം ആ പ്ലേ ബാക്ക് നമുക്കതിൽ പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ടെസ്റ്റ് കേസസ് ആയിട്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്ലേ ബാക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതാണ് സെലേനിയം IDE. പിന്നെ സെലേനിയം വെബ് ഡ്രൈവർ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതാണ് കോഡിങ് വരുന്നത്. അപ്പോൾ അത് ഏത് ലാംഗ്വേജ്, ജാവയാണ് അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതാണ് സെലേനിയം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. ദെൻ നമ്മളൊരു കരിയർ പാത്ത്, നമ്മൾ ഫസ്റ്റ് ഒരു എൻട്രി ലെവലിലേക്ക് വരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് QA അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് അനലിസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ, ചില കമ്പനികൾ ഇന്ത്യൻ ആയിട്ടായിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റ് അനലിസ്റ്റ് ആയിട്ട് തന്നെ ഡയറക്റ്റ് എടുക്കും. അതൊക്കെ ചിലപ്പോൾ അവരുടെ പൊസിഷൻ എങ്ങനെയാണ്, ചിലപ്പോൾ ഇന്ത്യൻ ആയിട്ട് എടുക്കുന്നവരായിരിക്കും, ചിലപ്പോൾ ഡയറക്റ്റ് ആ ഒരു പൊസിഷൻ അവൈലബിൾ ആണ്. ചിലപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിൽ ഇന്ത്യൻ ആയിട്ട് എടുക്കണം, ഇന്റർവ്യൂ നല്ല പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ ഒരു ടെസ്റ്റ് അനലിസ്റ്റ് ആ ഒരു പോസ്റ്റിൽ തന്നെ നമ്മളെ എടുക്കും. അപ്പോൾ ആ ഒരു എൻട്രി ലെവൽ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സീനിയർ ടെസ്റ്റ് എഞ്ചിനീയർ എന്ന്, അല്ലെങ്കിൽ ഓട്ടോമേഷൻ. അപ്പം നമ്മൾ ഓട്ടോമേഷനോട് കുറച്ച് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹയർ പോസ്റ്റിലേക്ക് എത്തും. അഡ്വാൻസ്ഡ് ആണ് ടെസ്റ്റ് ലീഡ്, പിന്നെ SDET, അത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എഞ്ചിനീയർ ഇൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ്. അപ്പൊ അവിടെ ഇത് തന്നെയാണ്, ഓട്ടോമേഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ ഡെവലപ്മെന്റ് നോളജ് കൂടെ അവിടെ വേണ്ടി വരും. അപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മൾ ചെറിയ ബഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ഫിക്സ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. പിന്നെ ടെസ്റ്റ് മാനേജർ, പിന്നെ പ്രൊഫഷണൽ ടെസ്റ്റ് ലീഡ്, ടെസ്റ്റ് ഡയറക്ടർ, പിന്നെ സ്പെഷ്യലൈസ്ഡ്. ചില കമ്പനികളൊക്കെ ചിലപ്പോൾ ബാങ്കിങ് ഒക്കെ അവിടെ അവർക്ക് പെർഫോമൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് പെർഫോമൻസ് ടെസ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടാവും. ദെൻ സെക്യൂരിറ്റി ടെസ്റ്റ് എഞ്ചിനീയർ ഉണ്ടാവും, മൊബൈൽ ടെസ്റ്റ് എഞ്ചിനീയർ, അങ്ങനെ പല പല റോൾസ് പല ഇതുണ്ടാവും. പിന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റോൾസ് ആണ് QA ആർക്കിടെക്ട്, QA ഹെഡ് ഓഫ് QA, അങ്ങനെയൊക്കെ പറയുന്ന പല പല റോൾസ് എന്താണ് ഇവിടെ ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് ഒരു കരിയർ പാത്ത്. ആസ് എ ടെസ്റ്റർ എന്ന് പറയുന്ന ഒരു കരിയർ പാത്ത് എന്ന് പറയുന്ന ഇതൊക്കെയാണ്. ഓക്കെ. അപ്പോൾ പിന്നെ ഈ നമ്മുടെ കരിയർ പാത്തിൽ ഈ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ഗ്രോത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് കരിയർ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. അത് ആരുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി ലേൺ ചെയ്യണം. നമ്മൾ കാരണം ടെക്നോളജി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ സെലേനിയം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സെലേനിയം 3 ആയിരുന്നു, ഇപ്പൊ സെലേനിയം 4 ആയി. അപ്പൊ നമ്മൾ സെലേനിയം 4ലേക്ക് വന്നു, കുറെ അപ്ഡേഷൻസ് വന്നു. അതുപോലെ തന്നെ ഓരോരോ ടൂൾസിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെയും പല പല അപ്ഡേഷൻ. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ ലേൺ, ഒന്നെങ്കിൽ യൂട്യൂബ് ആണ് സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കുക. അതുപോലെ ഉഡമി ഉണ്ട്, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ലേണിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള പല പല ടൂൾസ് ഉണ്ട്. നമ്മൾ വൺസ് ഒരു സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ലേൺ ചെയ്യണം. പിന്നെ സ്പെഷ്യലൈസ് ചെയ്യണം. നമ്മൾ ഞാനിപ്പോൾ ഫുൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ നമ്മൾ പല പല ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട്. ഓട്ടോമേഷൻ, API, പെർഫോമൻസ്, സെക്യൂരിറ്റി, അങ്ങനെയുള്ള പല പല ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ ഏതിലെങ്കിലും ഇപ്പോൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണ് നമുക്ക് ഇൻട്രസ്റ്റഡ് എന്നുണ്ടെങ്കിൽ അതിൽ ടെസ്റ്റ് ചെയ്യാം. പക്ഷേ മാനുവൽ മാത്രം കൊണ്ട് ഒരിക്കലും നിൽക്കരുത്. മാനുവൽ ടെസ്റ്റിംഗ് കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സാലറി വൈസിലും കരിയർ ഗ്രോത്ത് എന്ന വൈസിലും നമുക്ക്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാറേണ്ടി വരും. എനിക്കറിയാവുന്ന ഒത്തിരി പേര് മാനുവൽ ടെസ്റ്റർ ആയിട്ട് നിന്നിട്ട് പിന്നെ ഒരു ബിസിനസ് അനലിസ്റ്റ് ആ ഒരു ഇതിലേക്ക്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓണർ ആ ഒരു ഫീൽഡിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് പഠിച്ചാൽ മാത്രമേ ടെസ്റ്റിംഗിൽ നമുക്കൊരു നല്ലൊരു കരിയർ ഗ്രോത്തും സാലറി വൈസിലും ഉണ്ടാവുള്ളൂ. പിന്നെ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ആണ്. നമ്മൾ ഈ ടെസ്റ്റ് ലീഡ് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്കൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മളായിട്ട് തന്നെ പ്രൊയാക്റ്റീവായിട്ട് നിന്നിട്ട് നമ്മൾ ടാസ്ക് ഒക്കെ എടുക്കുകയും ടാസ്ക് ഒക്കെ മറ്റവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയും ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ കുറച്ച് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണം. പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നെറ്റ്വർക്കിംഗ്. അത് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു പ്രധാന ഒരു ഇതാണ് നെറ്റ്വർക്ക്. ഇപ്പൊ ലിങ്ക്ഡിനിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ സെയിം ഫീൽഡിലുള്ള ടെസ്റ്റിംഗ് ഫീൽഡിലുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുകയും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും അപ്പൊ നമുക്ക് കുറെ പുതിയ അപ്ഡേഷൻസും പുതിയ ടൂൾസും എന്തൊക്കെ പുതിയ ഏതാവണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ കമ്മ്യൂണിറ്റി മീറ്റപ്പ് അങ്ങനെയൊക്കെയുള്ള മീറ്റപ്പിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ നോളജ് ആൾക്കാരെ അറിയാനും പറ്റും. അപ്പൊ നമുക്ക് ജോബ് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നെറ്റ്വർക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ക്രോസ് ഫംഗ്ഷണൽ കൊളാബറേഷൻ. നമ്മൾ ടെസ്റ്റർ മാത്രമല്ല, നമ്മുടെ ടീമിൽ പല ടൈപ്പ് ഓഫ് ഇതുണ്ടാവും. ടെസ്റ്റേഴ്സ് മാത്രമല്ല, ഡെവലപ്പേഴ്സ് ഉണ്ടാവും, ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ബിസിനസ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്രോസ് ഫംഗ്ഷണൽ കൊളാബറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വൺസ്
ഒരു കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളിങ്ങനെയൊക്കെയാണ്. ഏറ്റവും ബെസ്റ്റ് ഇമ്പോർട്ടന്റ് കണ്ടിന്യൂസ് ലേണിംഗ് തന്നെയാണ്. നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ ടെക്നോളജി എല്ലാം ഓരോ വർഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ജെൻഐയുടെ കാലമാണ്, അപ്പൊ അതിനനുസരിച്ച് ടെസ്റ്റിംഗ് മാറുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് നോക്കുക, അത് പഠിക്കുക, ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പം ഇതൊക്കെയാണ് കരിയർ പാത്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അപ്പം ഏകദേശം ഓക്കെ. എന്തെങ്കിലും ഇനിയിപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ടെങ്കിൽ മടിക്കാണ്ട് ചോദിച്ചോ. ചോദിക്കുന്നത് പൊട്ടത്തരായി പോകും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലണ്ടറായി പോകും വിചാരിച്ചിട്ട് ചോദിക്കാണ്ടിരിക്കുന്നത്. അന്ന് ജോർജ് കുട്ടി ചോദിച്ചോ, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ സജി സാറിന്റെ വീഡിയോ മുമ്പ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ടെസ്റ്റിംഗ് ചൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ടെസ്റ്റിംഗ് കഴിഞ്ഞ ആളാണ്. അപ്പോൾ ആ വീഡിയോയുടെ കമന്റ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ISTQB സർട്ടിഫിക്കേഷൻ എടുക്കുന്നതിനെ പറ്റി. എൻ്റെ ഡൗട്ട് അതിനെ പറ്റിയാണ്. അപ്പം ഈ ISTQB സർട്ടിഫിക്കേഷൻ ഞാൻ ഓൾറെഡി എടുത്തു, ബട്ട് എനിക്ക് ഇതുവരെ ഒരു ഇന്റർവ്യൂ കോൾ ഒരിടത്തു നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ISTQB സർട്ടിഫിക്കേഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഒരു ഇന്റർവ്യൂവർ പെർസ്പെക്റ്റീവില് ബാക്കി വരുന്ന ഒരാളെക്കാളും നമുക്കൊരു എഡ്ജ് ഉണ്ടാവുമോ, അതോ എനിക്ക് അങ്ങനെ നേരിട്ട് ഒരാളോട് ചോദിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടില്ലായിരുന്നു. ഓക്കെ. ഇന്ത്യയില് എനിക്ക് തോന്നുന്നില്ല വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് സർട്ടിഫിക്കേഷന് ISTQB. പക്ഷെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്ന UK നമ്മള് ISTQ നമ്മളിപ്പോ ഇടുന്ന ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ജോബ് ഡിസ്ക്രിപ്ഷന്റെ അകത്ത് ISTQB ഇത് പ്രിഫേർഡ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ഇന്ത്യയിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മനോനില പോലെ ഇരിക്കും. സർട്ടിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് പ്രിഫറൻസ് നോർമലി കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇന്റർവ്യൂ കോൾ കിട്ടാതെ ഇന്ത്യയിലെ ആ ഒരു പ്രിഫറൻസ് ആരും കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ആക്ച്വലി ഒരു 1.5 വർഷം മാത്രമേ ഇന്ത്യയിൽ ഈ ടെസ്റ്റിംഗിൽ വർക്ക് ചെയ്തുള്ളൂ. അതിനുശേഷം ഞാൻ മലേഷ്യയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പൊ UK വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ ടെസ്റ്റിംഗിൽ ഈ കരിയർ ഫുള്ള് ഇന്ത്യക്ക് പുറത്താണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ അവിടെ എല്ലാം ISTQBക്ക് സർട്ടിഫിക്കേഷന് അല്ലെങ്കിൽ ISTQB അഡ്വാൻസ് ലെവൽ സർട്ടിഫിക്കേഷൻ ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഞാൻ പലരും എന്നോട് ഇതുവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആരും അങ്ങനെ അതിന്റെ അത് സർട്ടിഫൈഡ് ആണ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ആരും കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല വാല്യൂ ഉണ്ട്. ഇനി അടുത്ത ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അത് വന്ന ടെസ്റ്റിംഗിന്റെ സ്കോപ്പ് കൂടുകയുള്ളതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ആള് വേണ്ടേ? അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാറുക, അത്രേ ഉള്ളൂ. ഇത് ഓരോരുത്തർ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഈ ബ്ലണ്ടർ അടിച്ചു വിടുന്നതാണ് വന്ന ടെസ്റ്റിംഗ് ഇത്. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ടെസ്റ്റിംഗിന്റെ സ്കോപ്പ് കൂടുകയുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ വെച്ചൊരു കോഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പിന്നെ അല്ലെങ്കിൽ ഓട്ടോമേഷൻ കോഡ് അല്ലെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ അതിന്റെ പുറത്ത് എന്തായാലും വേണം. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ആവുക, അത്രേ ഉള്ളൂ. ഹായ് ബ്രോ, ഞാനൊരു വെബ് ഡെവലപ്പറാ. അപ്പം ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വെബ് ആപ്പ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ടെസ്റ്റിംഗ് ഞാൻ ഇതുവരെ ചെയ്തില്ല. നമുക്ക് നോർമൽ ഞങ്ങളുടെ കമ്പനിയിലാണേലും ടെസ്റ്റിംഗ് ഇല്ല. ചുമ്മാ നമ്മൾ തന്നെ ഓട്ടോമേറ്റഡ് നമ്മൾ ജസ്റ്റ് ബ്രോ പറഞ്ഞ പോലെ ലോഗിൻ ആകുമ്പോൾ ഉള്ള ഇപ്പൊ ലോഗിൻ്റെ തന്നെ എടുക്കുവാണെങ്കിൽ അതിലെന്തെങ്കിലും ഫങ്ഷണാലിറ്റീസ് മിസ്സിംഗ് ഉണ്ടോ, ഇൻവാലിഡ് ഫോമാറ്റ്സ് ഒക്കെ വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് വിടുകയുള്ളൂ. അപ്പൊ ഞാനൊന്ന് ഈ ടെസ്റ്റിംഗ് പഠിക്കുന്നതാണോ നല്ലത്, അതോ ഒരു ടെസ്റ്ററുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണോ നല്ലത്? എന്റെ അഭിപ്രായത്തില് ഒരിക്കലും നല്ലൊരു ഡെവലപ്പർ നല്ലൊരു ടെസ്റ്റർ ആവാൻ പറ്റില്ല. ബെറ്റർ ഒരു കൊളാബറേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കാരണം രണ്ടുപേരുടെ തിങ്കിങ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ചെയ്തൊരു കോഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്തില്ല ഇത് എങ്ങനെയാണ് ഇങ്ങനെ, പക്ഷെ വേറൊരു പെയർ ഓഫ് ഐസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടും പെട്ടെന്ന് റിക്വയർമെന്റ് ബേസ് ചെയ്തിട്ട്. അപ്പൊ അവർക്ക് സജഷൻസ് അല്ലെങ്കിൽ ബഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ബഡ്ജറ്റോ അല്ലെങ്കിൽ അലോ ചെയ്യുന്നുണ്ടെങ്കിൽ ബെറ്റർ മറ്റൊരു ടെസ്റ്ററുമായിട്ട് കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യുന്നതന്നെയായിരിക്കും ബെറ്റർ. ഈവൻ നിങ്ങളുടെ കമ്പനി തന്നെ ആണെങ്കിൽ തന്നെയും ഇപ്പൊ അജൈൽ മോഡൽ അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. ഡെവലപ്പേഴ്സിന് അത് കഴിഞ്ഞ് ജസ്റ്റ് ഇത് മാത്രം ആക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവർ ക്വാളിറ്റി അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ബെറ്റർ മറ്റൊരാളായിട്ട് കൊളാബ് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ. ടെസ്റ്റിംഗിൽ എൻട്രി ലെവൽ ജോബ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം എൻട്രി ലെവൽ ജോബ് കിട്ടാൻ ഞാൻ പറഞ്ഞ പോലെ നമ്മള് നല്ലൊരു CV ഫസ്റ്റ് ഉണ്ടാക്കുക. അപ്പൊ CV-യില്
ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ സോഫ്റ്റ് സ്കിൽസും അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കിൽസും ഇൻക്ലൂഡ് ചെയ്യാൻ പഠിക്കുക. നമ്മൾ തന്നെ എന്തെങ്കിലും സ്വയം ഇതെടുത്തിട്ട് വർക്ക് എന്തെങ്കിലും ചെയ്തപ്പോൾ അത് ഗിറ്റിലോ ഏതെങ്കിലും വെർഷൻ ഏതെങ്കിലും ഗിറ്റ് ഹബിലോ ഗിറ്റ് ലാബിലോ ഏതെങ്കിലും ഒരു റെപ്പോസിറ്ററി, ഗിറ്റ് ഹബിലോ പബ്ലിക് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക, അതിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ CV-യിൽ ആഡ് ചെയ്യുക. അതിനുശേഷം അപ്ലൈ ചെയ്യുക. ആരെങ്കിലും റെഫർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. നമുക്കറിയാവുന്ന ആരെങ്കിലും റെഫർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ വഴിയും അതുപോലെ തന്നെ നൗക്രി അങ്ങനെയുള്ള പല പല വെബ്സൈറ്റ്സ് ഉണ്ടല്ലോ നാട്ടിലാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഗൂഗിൾ തന്നെ സെർച്ച് ചെയ്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ടെസ്റ്റിംഗ് ഫ്രഷേഴ്സ് എന്നൊക്കെയുള്ള ജോബ്. എന്നിട്ട് കുറെ കമ്പനീസ് സ്റ്റാർട്ടപ്സ് ഇഷ്ടം പോലെ ഇപ്പം സത്യം പറഞ്ഞാൽ ഈ ഫ്രഷേഴ്സിനെ അല്ല ഇന്ത്യൻ ആ ലെവലിൽ ഒരു കയറുക. അപ്പം ഫസ്റ്റ് സാലറി നമ്മൾ എത്രയാണെന്ന് നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഫസ്റ്റ് കയറിയിട്ട് മിനിമം ഒരു 1 year അല്ലെങ്കിൽ 2 year എക്സ്പീരിയൻസ് ആക്കുക. ദെൻ നമുക്ക് ഹയർ ഓപ്പർച്യൂണിറ്റി. അപ്പോഴത്തേനും നമ്മൾ ഒരു നല്ല രീതിയിൽ ടെസ്റ്റിംഗ് എന്താണെന്നും ഓട്ടോമേഷൻ ടെസ്റ്റിംഗും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ദെൻ നമുക്ക് നല്ല സാലറി കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 1.5 വർഷം മാക്സിമം നാട്ടിൽ വർക്ക് ചെയ്തേ ഉള്ളൂ. അതിനുശേഷം എനിക്ക് പുറത്തേക്ക് കിട്ടി. അപ്പം നമ്മൾ ആ ഒരു ലെവലിൽ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഒരു ഡെഡിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും മിനിമം ഒരു 2 years എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നല്ല ജോലി കിട്ടും. അപ്പം ആദ്യം ചെയ്യേണ്ടത് ഇതാണ്, CV-ക്കകത്ത് നല്ലൊരു CV പ്രിപ്പയർ ചെയ്യുക. ദെൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഒരെണ്ണം ഫെയിലായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാവരുത്, പുറകോട്ട് പോകരുത്. നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. 50 എണ്ണം അപ്ലൈ ചെയ്താലായിരിക്കും ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ. ജോർജ് കുട്ടി പറഞ്ഞ പോലെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എത്ര എണ്ണം ഇന്റർവ്യൂ കോൾ കിട്ടുന്നവരെ അപ്ലൈ ചെയ്യുക. അത്രേ ഉള്ളൂ. നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് വിട്ടുപോകാതിരിക്കുക. ഇടയ്ക്ക് ചിലരുണ്ടാവും ഒരു ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് മാറാതെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ 2 വർഷം കൂടുമ്പോൾ കമ്പനി ഇപ്പം മാറുന്നുണ്ട്. എല്ലാവരും അത് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഒരിടത്തെങ്കിലും സ്റ്റിക്കായി നിൽക്കാൻ ഇപ്പം നോക്കുന്നുണ്ട്. അപ്പം നമ്മളപ്പം ഇങ്ങനെ ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ്. ഞാനാണെങ്കിൽ തന്നെ അല്ലാതെ ഞാൻ ഒരു കമ്പനി അപ്ലൈ ചെയ്തിട്ടല്ല എനിക്ക് ഒരു ജോബ് കിട്ടുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ ചുമ്മാ ഫ്രീ ടൈം കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കമ്പനിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇത് വരുമ്പോൾ അപ്പോൾ ഒരു അരമണിക്കൂർ ഞാൻ ഇരുന്ന് അപ്ലൈ. ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ കുറച്ച് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് നോക്കുക. അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ അപ്ലൈ ചെയ്യുന്നതിന്റെ ഒപ്പം നമ്മുടെ സ്കില്ല് ഷോക്കേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോബ്സ് കിട്ടാൻ ചാൻസ് കൂടുതല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒരു 4-5 ഡെവലപ്പേഴ്സ് അവരുടെ സ്കില്ല് ഷോക്കേസ് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാർ ഹയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കില്ല് ഷോക്കേസ് ചെയ്യുന്നതെന്ന് പറയുന്ന വലിയൊരു ക്വാളിറ്റിയാണ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വർക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗിറ്റ് ഹബിലോ അങ്ങനെ ഏതെങ്കിലും റെപ്പോസിറ്ററിയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ലിങ്ക്ഡിനിലൊക്കെ ഒരു നല്ലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതൊക്കെ പോസ്റ്റ് ചെയ്താൽ മതി. ചുമ്മാ ഇങ്ങനെ നമ്മളിപ്പോൾ ഓട്ടോമേഷൻ, ഫോർ എക്സാമ്പിൾ ഒരു ഓട്ടോമേഷൻ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്ത് അതിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ പോലെ ഗൗരവ് പറഞ്ഞ പോലെ തന്നെ ആ ഗ്രൂപ്പിലോ ഒക്കെ ചെയ്യുക. അപ്പം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാർ ടെസ്റ്റേഴ്സിനെ നോക്കി കിടക്കുമ്പോൾ ഓൾറെഡി സ്കില്ലുള്ള ഒരാളെ കിട്ടിയെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ ഇപ്പൊ ചെയ്യുന്നത് മാനുവൽ ടെസ്റ്റിംഗ് ആണ്. അപ്പൊ അതിലേക്ക് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആക്കി മാറ്റണമെങ്കിൽ ഈ സിലേനിയം ഐഡിയിലേക്ക് എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളതൊന്ന് പറഞ്ഞു തരുമോ? മാനുവൽ ടെസ്റ്റിംഗ് വെബ് ആപ്ലിക്കേഷൻ ആണോ ചെയ്യുന്നത്? അതെ, പ്രൊജക്ട് എല്ലാം ചെയ്യുന്നുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ. ഓക്കെ. അപ്പം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഫസ്റ്റ് നമ്മളൊരു ഫ്രെയിംവർക്ക് ക്രിയേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന്റെ ഒരു സെലേനിയം ഓട്ടോമേഷൻ ഫ്രെയിംവർക്ക്, അത് പല ടൈപ്പ് ഓഫ് ഫ്രെയിംവർക്ക് ഉണ്ട്. അപ്പം അത് ഫസ്റ്റ് ഏത് ലാംഗ്വേജിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കണം. അപ്പം നിങ്ങളുടെ കമ്പനിയിൽ ഏതാണ്, ജാവയാണോ, പൈത്തൺ ആണോ, C# ആണോ, ആ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു ഫ്രെയിംവർക്ക്. അപ്പം ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്താണ്, കുക്കുംബർ ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്, ബിഹേവിയറൽ ഡ്രിവൺ, ബിസിനസ് യൂസേഴ്സിനും കുറച്ച് ഈസിയാണ്. ആ ഒരു ഫ്രെയിംവർക്കിൽ നമ്മൾ അത് പഠിക്കേണ്ടി വരും. അത് പഠിച്ചിട്ട് ഇപ്പൊ നമ്മൾ ബേസിക് പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ടാവണം. അത് പഠിച്ചിട്ട് വൺസ് ആ ഫ്രെയിംവർക്ക് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മാനുവൽ ടെസ്റ്റ് കേസസ് അതേപോലെ തന്നെ ഈ കുക്കുംബർ ഫ്രെയിംവർക്കിൽ എഴുതുകയും പിന്നെ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് കോഡ് എഴുതുകയും ചെയ്യും. അപ്പൊ അത് മൊബൈലിലൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ API കൂടെ അതിൽ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും, മൊബൈൽ ഡിവൈസിലൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ ചെയ്യണം. അപ്പൊ കുറച്ച് ബേസിക് പ്രോഗ്രാമിംഗ് നോളജും കുറച്ച് പഠിക്കാനുള്ള ഇതുകൊണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കമ്പനി എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടത് വരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഓട്ടോമേഷൻ ഇമ്പോർട്ടൻസ് ആയിട്ട് അവർ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ഡൗട്ടാണ്, നമ്മൾ ഈ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഈ മാനുവൽ ടെസ്റ്റിങ്ങിന് തുടങ്ങി ജസ്റ്റ് ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓട്ടോമേഷനിൽ പോകുന്നതായിരിക്കില്ല ബെറ്റർ?
ബേസിക് ടെസ്റ്റിംഗ് ഫസ്റ്റ് പഠിക്കുക, മീൻസ് അത് തന്നെ ബേസിക് ടെസ്റ്റിംഗ് ടെക്നിക്സ് പഠിക്കുക. അപ്പം പക്ഷേ ജോബ് കിട്ടുന്നത് വരെ ഓട്ടോമേഷൻ പഠിക്കേണ്ടെന്നുള്ള ഒരു ഇത് വേണ്ട. മാനുവൽ ടെസ്റ്റിംഗിലേക്ക് ജോബിന് കയറണമെന്നില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് മാനുവൽ ടെസ്റ്റിംഗ് പഠിക്കുക, ദെൻ ഓട്ടോമേഷനോട് അതിന്റെ കൂടെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മൾ ചെയ്യുന്ന കമ്പനിയിൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ കരിയർ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് ഓട്ടോമേഷൻ തന്നെയാണ്. സാലറി വൈസിലും നമുക്ക് വേറെ ഇതിലേക്കും വേണമെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ അതുകൂടെ വെച്ചിട്ട് പഠിച്ചിട്ട് അങ്ങനെ കയറുക. ഇൻ കേസ് ഫസ്റ്റ് മാനുവലാ കിട്ടിയെന്നുണ്ടെങ്കിലും നമ്മൾക്ക് തന്നെ വേണമെങ്കിൽ ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റും. നമ്മൾ ഓട്ടോമേഷനോട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് കമ്പനിയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആർക്കെങ്കിലും ചോദിക്കാൻ? മടിച്ച് നിൽക്കണ്ട, ചോദിച്ചോ. അതുപോലെ ടെസ്റ്റിംഗ് ആണോ ഡെവലപ്മെന്റ് ആണോ ബെറ്റർ അങ്ങനെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ടേസ്റ്റ് പോലെ ഇരിക്കും. ഞാൻ സ്റ്റാർട്ടിങ് ഡെവലപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഞാൻ ടെസ്റ്റിംഗിലേക്ക് മാറിയതാണ്. അപ്പം നമുക്ക് പക്ഷെ ഞാൻ പറയാം, സ്ട്രെസ് വൈസ് ഡെവലപ്പേഴ്സ് കുറച്ചുകൂടെ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ റിലീസൊക്കെ ആകുമ്പോൾ ടെസ്റ്റേഴ്സിന് ആ സ്ട്രെസ് വരാറുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഒരു ഈസി ജോബ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ടെസ്റ്റിംഗ് ആണെന്ന് തോന്നിയിട്ടുണ്ട്, കുറച്ചുകൂടെ ഒരു ഇതായിട്ട്. സാലറി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനതാ പറഞ്ഞു, മാനുവൽ ടെസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡെവലപ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവ് സാലറിയാണ്. പക്ഷേ വൺസ് നമ്മൾ ഓട്ടോമേഷൻ പഠിച്ച് ഈ പറയുന്ന API അല്ലെങ്കിൽ ഈ പെർഫോമൻസ് ഈ ടെസ്റ്റിംഗ് ഒക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഡെവലപ്പേഴ്സിന്റെ അതേ സെയിം സാലറി തന്നെ നമുക്ക് കിട്ടും ഓട്ടോമേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ. ഹലോ സാറേ, ഹലോ, IT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ഇത് പഠിക്കാൻ പറ്റിയ യൂട്യൂബ് ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യും? എന്റെ തന്നെ ചാനലുണ്ട്, പക്ഷെ ഞാൻ ഫുള്ള് കുറെ ഇട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ കുറെ നാളായിട്ട് ഇടുന്നില്ല. എനിക്കത് ഇടണമെന്നുണ്ട്, പക്ഷെ കുറച്ച് മടിയും അല്ലെങ്കിൽ കുറച്ച് വർക്കിന്റെ ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇനി എന്തായാലും ഇടാൻ ശ്രമിക്കുന്നുണ്ട്. മലയാളത്തിൽ ബേസിക് ടെസ്റ്റിംഗ് നോക്കണേ എന്റെ ചാനൽ നോക്കിയോ, സജീർ ക്യൂ ടോക്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അത് നോക്കിയോ. പിന്നെ വേറെയും ചാനൽസ് ഉണ്ട്, ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നവീൻ, പക്ഷെ പുള്ളി കൂടുതലും ഒരു ഹിന്ദി ആളാണ്, ഇംഗ്ലീഷിലാണ് ഇടുന്നത്. നവീൻ എന്ന് പറയുന്ന ഒരാൾ, പക്ഷെ അത് എനിക്കൊന്ന് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് മാത്രമേ ഇടുന്നുള്ളൂ. മാനുവൽ ടെസ്റ്റിംഗ് ആണ് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത്. അത് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കുറെ കിട്ടും, ഇംഗ്ലീഷ് കൂടെ അറിയാവുന്നുണ്ടെങ്കിൽ കിട്ടും. ഞാൻ പ്ലേലിസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ മറ്റേ കമന്റ് ബോക്സിലെ ചാറ്റ് ബോക്സ്, അതിലുണ്ട്. മലയാളത്തില് ബ്രോയുടെ വീഡിയോ ഞാൻ നല്ലതായിട്ട് കണ്ടിട്ടുള്ളൂ. ബാക്കി നേരത്തെ പറഞ്ഞതുപോലെ ഒരു നവീൻ, ആ പുള്ളിയുടെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? മടിച്ച് നിൽക്കണ്ട, ചാറ്റ് ബോക്സിലെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചോ. നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല, ചാറ്റായിട്ടായാലും ചോദിക്കാം, കുഴപ്പമില്ല. ഇനി എന്നെ ആർക്കെങ്കിലും മീൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഇതാണ് എൻ്റെ ലിങ്ക്ഡിനും എൻ്റെ യൂട്യൂബും എൻ്റെ കോൺടാക്ട് നമ്പരും ഉണ്ട്, വാട്സാപ്പും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു. അയ്യൂബിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സോറി. ഓക്കെ. ഹരി എന്താ ചോദിച്ചോളൂ. ആക്ച്വലി ഞാൻ ടെസ്റ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ത്യയിലെ പുറത്ത് ഇപ്പോൾ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയുണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ്. അപ്പോൾ അവിടെ നല്ലതാണോ, കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഒരു ഇന്ത്യയുടെ പുറത്ത് ഇത്ര നാൾ വർക്ക് ചെയ്തെന്നുള്ള നിലയിൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് അറിയാവുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഓട്ടോമേഷൻ ടെസ്റ്റിംഗിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നല്ലൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജോബ് ഓപ്പണിങ്സ് ഉണ്ട്. അപ്പോൾ കിട്ടാനുള്ള ഒരു എൻട്രി ലെവലാണ്. ഇപ്പം ഞാൻ മലേഷ്യ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ കൂടെ ഉള്ള ഒരാൾ ഒരു ഇറാനിയനാണ്. പുള്ളിക്ക് യൂറോപ്പിൽ ജോലി വേണമായിരുന്നു. പുള്ളി ചെയ്ത ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കറണ്ട് ലൊക്കേഷൻ നെതർലാൻഡ്സിൽ കൊടുത്തു. ഓക്കെ, അപ്പം ലിങ്ക്ഡിനിൽ എന്നിട്ട് നെതർലാൻഡ്സിലെ ജോബ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഒരു ഇന്റർവ്യൂ കിട്ടി. അപ്പോൾ അവർ വിസ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അങ്ങോട്ടേക്ക് ചാടി. പക്ഷെ ഞാൻ മലേഷ്യയിൽ നിന്ന് UK പോയപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് അല്ലാതെ തന്നെ കിട്ടി. പക്ഷെ ഇതൊരു ടെക്നിക്കാണ്. അപ്പോൾ നമുക്കൊരു അത്യാവശ്യം ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ API ടെസ്റ്റിംഗ്, അതുപോലെ പെർഫോമൻസ് ടെസ്റ്റിംഗിന്റെ ബേസിക്സ് ഇങ്ങനെയൊക്കെയുള്ള ഇത് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് ജോബ് ഉറപ്പായിട്ട് നോക്കാം. ഇപ്പം GCC നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ദുബായിലൊക്കെ അത്യാവശ്യം വേക്കൻസീസ് ഉണ്ട്. ലിങ്ക്ഡിനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം വേക്കൻസീസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഡൊമൈൻ അനുസരിച്ചിട്ടിരിക്കും. നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഡൊമൈൻ തന്നെ. ഇപ്പോൾ എയർലൈൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എമിറേറ്റ്സ് നാട്ടിൽ നിന്ന് കുറെ പോയ ആൾക്കാരൊക്കെ എനിക്കറിയാം, എമിറേറ്റ്സിലൊക്കെ കിട്ടി പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ
ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഇപ്പൊ എന്റെ കമ്പനി ഞാൻ പിന്നെ ഇവിടെ UK-ല് പറഞ്ഞ ജോബ് കിട്ടുന്ന കുറച്ച് റിസ്ക് ആണല്ലോ പുറത്തുനിന്ന്. അപ്പൊ സ്പോൺസർഷിപ്പ് നമുക്ക് വേണം. അപ്പൊ എന്റെ കമ്പനി സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ UK-യുടെ ഒരു റൂൾ ഈ മാർച്ച് മുതൽ വന്നിട്ട് ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ സാലറി ഈ സ്പോൺസർഷിപ്പിന് കൊടുക്കുന്ന സാലറി അവർ കുറച്ച് കൂടി. അപ്പൊ എന്റെ കമ്പനി ഈ ബേസ് ഓട്ടോമേഷൻ ടെസ്റ്റിന് കൊടുക്കുന്ന സാലറി ഒരു 4000 പൗണ്ട് കുറവാണ് ഇപ്പം. അപ്പൊ അതുകൊണ്ട് ഇപ്പം പുറത്തുനിന്ന് സ്പോൺസർഷിപ്പ് കൊടുക്കാൻ പറ്റാതായി. പക്ഷെ എന്നാലും ചില കമ്പനീസ് ഒക്കെ ഈ സെർച്ച് ചെയ്താൽ മതി, നമ്മൾ ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇൻഡീഡ് എന്ന് പറയുന്ന സൈറ്റ് ആണ് കൂടുതൽ. അപ്പൊ അതിലൊക്കെ സ്പോൺസർഷിപ്പ് ജോബ്സ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂറോപ്പിലേക്കൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ ഒരെണ്ണം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നോക്കാതിരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ. എന്റെ ഒരു പ്രൈമറി സ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ പെർഫോമൻസിലാണ്. അപ്പം അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയുണ്ട് പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെർഫോമൻസ് ജനറേറ്ററിലാണ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ. ഉറപ്പായിട്ടും ഉണ്ടാവും. പെർഫോമൻസ് ടെസ്റ്റിന്റെ തന്നെ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ഈ UK-ലൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു സൈറ്റ് പറയാം, findajob.gov.uk findajob.gov.uk എന്നാണ് എന്റെ കറക്റ്റ് തോന്നുന്നത്. അതിനുള്ളിൽ സ്പോൺസർഷിപ്പ് ജോബ്സ് ഒക്കെ ഉണ്ടാവും. ജസ്റ്റ് അതിലും സെർച്ച് ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈൽ വെച്ചിട്ടും സെർച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇൻഡീഡ് ഇവിടെ UK യൂറോപ്പ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സൈറ്റ് ആണ്. അപ്പം അതിലും സെർച്ച് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CV-ക്കകത്ത് അല്ലെങ്കിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന മാക്സിമം കണ്ടന്റ് നമ്മുടെ CV-യിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതൊരു ഷോർട്ട് കട്ടാണ്. ഇപ്പൊ എന്റെ കമ്പനിയിൽ ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂ പ്രോസസ്സിലാണ്. ഷോർട്ട് ലിസ്റ്റിംഗ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ മാർക്ക് ഇടും. നമ്മുടെ നാട്ടിൽ തന്നെ കൂട്ടല്ല, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ഇങ്ങനെ കൂടുതൽ ഇടും. പിന്നെ ഇന്റർവ്യൂ ഇവിടെ ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് പുറത്തേക്ക്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ കൂട്ട് ഈ ബേസിക്സ് കാര്യങ്ങളല്ല ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ ബിഹേവിയറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു സ്റ്റാർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഫോക്കസ് ചെയ്യുന്നത് സിറ്റുവേഷൻ, ടാസ്ക്, പിന്നെ റിസൾട്ട്സ്, ആക്ഷൻ, റിസൾട്ട്. ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ആൻസർ പറഞ്ഞാൽ, അതായത് നമ്മൾ ബേസിക് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ പറയാൻ പറ്റുമോ? ആ ഒരു ഫോർമാറ്റ്. അല്ലെങ്കിൽ ഓട്ടോമേഷൻ, നിങ്ങളൊരു നല്ലൊരു ഓട്ടോമേഷൻ ചെയ്ത് നിങ്ങളുടെ പ്രൊജക്റ്റിനെ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ പറയാം. അപ്പൊ ആ ഒരു ഫോർമാറ്റിലായിരിക്കും. ഇവിടെ ബേസിക് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടാവില്ല മാക്സിമം. അപ്പൊ ആ ഒരു ലെവലിൽ നമ്മൾ ആൻസർ പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ നമുക്ക് സംസാരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പോർട്ടന്റ് അല്ലേ? അതാണ്. റിട്ടൺ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് ഇവിടുന്ന് അപ്ലൈ ചെയ്താല് സാധ്യതകളുണ്ടോ? ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇപ്പം ഒരു മലയാളി കുട്ടി വരുന്നുണ്ട് അടുത്ത മാസം, കണ്ണൂർ എന്നുള്ള. അപ്പം ഇന്ത്യയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. നമ്മളത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, സെർച്ച് ചെയ്യുക. അപ്പൊ ലിങ്ക്ഡിനിലൊക്കെ പുറത്തേക്കുള്ള കണക്ഷൻസ് നമ്മൾ ലിങ്ക്ഡിനൊക്കെ കുറച്ച് ആക്റ്റീവായിട്ട് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുക, അവിടെയൊക്കെയുള്ള റിക്രൂട്ടേഴ്സിനെയൊക്കെ കണക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഒരു ലക്കും ഒരു ഫാക്ടറാണ് വേറൊരു വിധത്തിൽ പറഞ്ഞ. ഹലോ, ആ വെബ്സൈറ്റ് ആണോ? അതെ എന്റെ ഫൈൻഡേജ് ഡൗട്ട് ഒന്ന് ചാറ്റിൽ ചെയ്യാം. ഞാൻ ഇപ്പൊ സെർച്ച് ചെയ്യട്ടെ. റിമോട്ടായിട്ട് ജോബ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പൊ എൻ്റെ കമ്പനിയിൽ, പക്ഷെ അത് നാട്ടിലെ കമ്പനിയാണ്, ക്ലൈന്റ് ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കുറെ സൈറ്റുകളുണ്ടല്ലോ, ഞാൻ പേര് മറന്നുപോയല്ലോ, നമുക്ക് റിമോട്ടായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന 2-3 സൈറ്റുകളുണ്ട്. പക്ഷെ അതിലൊക്കെ അത്യാവശ്യം ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് അതിന്റെ ജോബ് ചെയ്യാൻ അത്യാവശ്യം നല്ല പേയ്മെന്റും ഉണ്ട്. സെർച്ച് ചെയ്ത് നോക്കട്ടെ, ഞാൻ പേര് മറന്നുപോയി. 2-3 കമ്പനികളുണ്ട്. അങ്ങനെ നമുക്ക് പിന്നെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം, ഞാനത് സെർച്ച് ചെയ്തിട്ട്. പക്ഷെ അത് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ കുറച്ച് ഇതാണ് സത്യം പറഞ്ഞാൽ.
ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? മടിച്ചു നിൽക്കണ്ട, പിന്നെ ഇതുപോലൊരു ചാൻസ് കിട്ടത്തില്ല, പിന്നെ എപ്പോ കിട്ടുമെന്ന് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പൊ ചോദിച്ചോ. ഫ്രീലാൻസ് ആയിട്ടും അതൊക്കെ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ ടെസ്റ്റിങ് ഫ്രീലാൻസ് ആയിട്ട് അധികം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ISTQB കാര്യം പറഞ്ഞപ്പോൾ ISTQB ഇതിൽ അവർ ഏറ്റവും സജസ്റ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് ടെസ്റ്റിംഗ് ആണ്. നമ്മുടെ സ്വന്തം കമ്പനിയിലത് പുറത്തേക്ക് കൊടുക്കുന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തേ, ഗൂഗിൾ സെർച്ച് ചെയ്യുക ഫ്രീലാൻസ് ടെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്നെല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കിട്ടും. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മടിച്ചു നിൽക്കണ്ട, ചോദിച്ചോ. നിഷ എന്തോ പറയാൻ വേണ്ടിട്ട് വന്നല്ലോ. നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാന്നുള്ളതൊന്ന് പറയും. ISTQB ആണോ? ISTQB ഓരോ രാജ്യത്തിനും അവരുടെ ഇപ്പൊ ഇന്ത്യയിലുണ്ട് ISTQB ഇന്ത്യ ബോർഡ് ഉണ്ട്. അവർ അതുവഴി അപ്ലൈ ആണ്. അപ്പം കേരളത്തിൽ ടെസ്റ്റിംഗ് സെന്റേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അതിൽ അപ്ലൈ ചെയ്യുക. പിന്നെ ഇവരുടെ സിലബസ് ഉണ്ടാവും, അവരുടെ സൈറ്റിൽ തന്നെ സിലബസ് ഉണ്ടാവും. ISTQB സൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ സിലബസ് അത് വെച്ചിട്ട് പഠിക്കുക. അപ്പൊ പഠിക്കുമ്പോൾ എക്സാം ക്രാക്ക് ചെയ്യുന്നത് കുറച്ച് പാടാണ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടേ പോകാവൂ. നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം വായിക്കുമ്പോൾ ആൻസർ എല്ലാം സെയിം ആണെന്ന് തോന്നും. ഒരുപോലെ പല ആൻസേഴ്സ് ഇതേപോലെയാണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. അവരുടെ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഉണ്ട്. പിന്നെ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ ISTQB സാമ്പിൾ. അപ്പൊ അതെല്ലാം നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അത് അവരുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യുക. പിന്നെ ടെസ്റ്റിംഗ് സെന്റർ കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കേരളത്തില് കൊച്ചിയിൽ എനിക്ക് അറിയാവുന്ന ഒരു സെന്റർ ഉണ്ട്. പക്ഷെ ഞാൻ പേര് പറയണോന്ന് എനിക്കറിയില്ല. ഇതാണ് എന്താണ് റോജർ സോഫ്റ്റ് ആണ് തോന്നുന്നു, അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓൺലൈനിൽ അവരുടെ സൈറ്റിൽ അപ്ലൈ ചെയ്താലും ഓൺലൈനിൽ എഴുതാൻ പറ്റും. ഇവിടെ UK ഓൺലൈനിൽ എഴുതാം. അപ്പൊ നാട്ടിലും അങ്ങനെ പറ്റുമായിരിക്കണം ഓൺലൈനിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ അവരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ. ജോർജ് റേസ് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും നാട്ടില്. ഞാൻ ചെയ്തിരുന്നു ലാസ്റ്റ് മന്ത്. ISTQB ഇന്ത്യൻ ബോർഡിന്റെ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എക്സാം സെന്റർ കൊച്ചിയിൽ തന്നെ ഒരു 5-6 സെന്റേഴ്സ് ഉണ്ട്. ഈ AWS എക്സാം ഒക്കെ നടത്തുന്ന പിയേഴ്സൺ ആണ് ഇന്ത്യയിൽ അത് നടത്തുന്നത്. പിയേഴ്സൺ വ്യൂ. അപ്പൊ പിയേഴ്സൺ വ്യൂവിന്റെ സെന്ററുകളിലാണ് നമ്മൾ ടെസ്റ്റ് എഴുതുക. ഓൾമോസ്റ്റ് എനിക്കൊരു അറൌണ്ട് 5,500 rupees ചെലവായി രജിസ്ട്രേഷൻ ആയിട്ട്. നമ്മൾ തന്നെ പഠിച്ച് എഴുതുകയാണ് ചെയ്തത്. അതെ, വേണമെങ്കിൽ ജോർജ് കുട്ടി എക്സ്പ്ലെയിൻ ചെയ്താൽ നല്ലതായിരിക്കും, പഠിച്ച ഒരു ഇത് നാട്ടിലെ. ഇല്ല കുഴപ്പമില്ല. ഞാൻ എടുത്തത് വേർഷൻ 3 ആയിരുന്നു. ഞാൻ ജസ്റ്റ് റീസെന്റ് ഇപ്പൊ ഒരു വേർഷൻ 4 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിലബസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഞാൻ പഠിച്ചതുമായിട്ട്. സർട്ടിഫിക്കറ്റ് ലൈഫ് ലോങ് വാലിഡ് ആണ്. അപ്പം ഞാൻ നോർമലി ഒരു ബുക്ക് ഉണ്ട്, ഡൊറോത്തി ഗ്രഹാം, റെക്സ് ബ്ലാക്ക്, അങ്ങനെയുള്ള എഴുതിയ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ISTQB ഫൗണ്ടേഷൻ ലെവൽ സർട്ടിഫിക്കേഷൻ ആണ് ഞാൻ ചെയ്തത്. അപ്പൊ ആ ബുക്കാണ് മെയിൻ ആയിട്ട് പഠിച്ചത്. പിന്നെ ഞാൻ ഉടമയിൽ നിന്നൊരു കോഴ്സ് വെറുതെ ചൂസ് ചെയ്തിരുന്നു. അപ്പൊ ആ കോഴ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിരുന്നു. നമുക്ക് 40 ക്വസ്റ്റ്യൻ ആണുള്ളത്. 75 മിനിറ്റ് സമയത്തിൽ നമ്മൾ ആൻസർ ചെയ്യണം. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. 26 മിനിമം നമ്മൾ കറക്റ്റ് ആക്കിയിരിക്കണം. കറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിരിക്കണം. എനിക്ക് മെയിനായിട്ട് തോന്നിയൊരു നമ്മൾ മസ്റ്റായിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ISTQB ഗ്ലോബൽ വെബ്സൈറ്റിൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ആൻസർ, അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഒപ്പം അവരുടെ സിലബസും ഡൗൺലോഡ് ചെയ്ത് അതും പാരലി പഠിച്ചു പോവുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ എനിക്ക് തോന്നിയത് നമുക്ക് തരുന്ന ചോയ്സസ് എല്ലാം ഇപ്പം ഒരു ക്വസ്റ്റ്യന് 4 ചോയ്സ് ആണ് ഉണ്ടാവുക. അതില് ആ 4 ചോയ്സും നമുക്ക് വായിച്ചാൽ അത് കറക്റ്റ് ആൻസർ ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരു 70% കാര്യങ്ങളും 4 ക്വസ്റ്റ്യനിലും കറക്റ്റ് ആയിരിക്കും. ബാക്കി ഒരു 30 അല്ലെങ്കിൽ ഒരു 20% ആയിരിക്കും ആ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസറിലെ തെറ്റായിട്ടുള്ള ഭാഗം. അപ്പൊ നമുക്കത് തിരിച്ചറിയാൻ പറ്റണം. പിന്നെ ഇപ്പം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും കുറച്ചുണ്ട്. ഇപ്പോൾ ഒരു ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഞാനൊരു പ്രിപ്പറേഷന് വേണ്ടി ഒരു 3 months ആണ് എടുത്തത്. ഞാൻ പുറത്ത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെസ്റ്റിങ്ങിന്റെ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. പാരലി ഇതും കൂടെ കൊണ്ടുപോവാണ് ചെയ്തത്. എനിക്കൊരു 3 months എടുത്തു. ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു 1.5 to 2 months നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. താങ്ക്സ് ജോർജ് കുട്ടി.
നല്ല നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ എടുത്തിരുന്നു. ഞാനും കഴിഞ്ഞ വർഷമാണ് ഞാൻ സത്യം പറഞ്ഞ സർട്ടിഫിക്കേഷൻ എടുത്തത്. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. നമ്മുടെ കമ്പനി ഒരു ഓഫർ ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ 3 ദിവസത്തെ കമ്പനി ട്രെയിനിങ് തന്നു. അതിനുശേഷം ഞാനും പിന്നെ 2 വീക്സ് എടുത്ത് പഠിച്ചതാണ് ചെയ്തത്. അപ്പം ഇന്ത്യയിൽ ഏകദേശം സെയിം തന്നെയാണ്. അപ്പം ഇതേപോലെ തന്നെ ഈ ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്നൊക്കെ പറയുന്നത് നമ്മളെ ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്സ് ആണ്. ബൗണ്ടറി വാല്യൂ, അതുപോലെ ഡിസിഷൻ ടേബിൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ആപ്ലിക്കേഷൻ ലെവലിലും ക്വസ്റ്റ്യൻ ഉണ്ട്. ഏകദേശം 4 മോഡ്യൂൾ അല്ലേ ഉള്ളത്, 4 മോഡ്യൂളാണുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏകദേശം 70% പറഞ്ഞ പോലെ തന്നെ എല്ലാം സെയിം ആണെന്ന് തോന്നും. 1-2 ചെറിയ ഇതേ ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഹായ് സർ, Okay. ഞാൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന്റെ ഒരു 6 months കോഴ്സ് നാട്ടിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അയർലൻഡിലെ MBA പ്രൊജക്ട് മാനേജ്മെന്റ് ചെയ്യുവാണ്. ഞാൻ ടെസ്റ്റിംഗ് റിലേറ്റഡ് ഒരു കോഴ്സ് എടുക്കാനായിട്ട് നോക്കിയപ്പോൾ അങ്ങനെ കോഴ്സസ് ഒന്നും കണ്ടില്ലായിരുന്നു. ഹയർ സ്റ്റഡീസിന് നോക്കിയപ്പോൾ ടെസ്റ്റിംഗ് അങ്ങനെ പഠിച്ചുകൊണ്ട് എനിക്കത് കരിയറായിട്ട് ചൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ EC BTech ആണ് ചെയ്തത്. Okay. അപ്പൊ ഇപ്പോ അയർലൻഡിലാണല്ലേ? അതെ. അപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം UK ആയിരുന്നപ്പോൾ, ഇപ്പൊ എന്റെ കമ്പനിയിൽ ഞാൻ ഇത് പറയാം. എന്റെ കമ്പനിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്രന്റീസ്ഷിപ്പായിട്ട് ടെസ്റ്റിങ്ങിന് കയറിയിട്ടുണ്ട്. ഒരു 4 പേരോളം കയറിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ അവർക്ക് ചെറിയൊരു സാലറിയും കിട്ടുന്നുണ്ട്. പാർട്ട് ടൈം ആണ്. 20 അവേഴ്സ് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ആ പാർട്ട് ടൈം ആയിട്ട് അപ്പൊ അവിടെ ഏതെങ്കിലും അപ്രന്റീസ്ഷിപ്പ് കിട്ടുമോ നോക്കുക. ടെസ്റ്റിംഗ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കമ്പനിയിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. കമ്പനികളിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗവൺമെന്റ് കമ്പനി. ഇപ്പൊ ഇവിടെ NHS ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ഹെൽത്തിന്റെയോ അങ്ങനെയൊക്കെ നോക്കുക. അപ്പൊ അപ്രന്റീസ്ഷിപ്പ് കിട്ടുമെന്നുണ്ടെങ്കിൽ കയറുക. അതിനുശേഷം ചിലപ്പോൾ അവര് തന്നെ അവിടെ വിസയും പ്രൊവൈഡ് ചെയ്യും, നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, വൺസ് നമ്മുടെ കോഴ്സ് കഴിയുമ്പോൾ. ഓക്കെ. താങ്ക് യു സാർ. നമുക്കപ്പോ ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ ഹയറിംഗ് ഒക്കെ ഹയറിങ് അത് നമ്മള് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രഷർ എന്നുള്ള രീതിയിൽ കുറച്ച് പാടാണ്. ഇവിടുത്തെ ഏറ്റവും ഒരു ഇതാണ്, ഇവിടെ അപ്രന്റീസ്ഷിപ്സ് പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഏതാണോ നമ്മുടെ ഫീൽഡ് ആ ചൂസ് ചെയ്യുന്ന അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പം Okay, വൺസ് sir. അപ്രന്റീസ്ഷിപ്പിൽ സാലറി ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഫ്രീ ആയിരിക്കില്ല. ഓക്കെ. താങ്ക് യു. ചോദിച്ചോ? മ്യൂട്ടാണ്. ചോദിക്കാനുള്ളത് ചോദിച്ചോ? മ്യൂട്ടാണ്. സംസാരിക്കുന്നുണ്ടോ? കേൾക്കാമോ? കേൾക്കാം. ഈ സെലിനിയം വെബ് ഡ്രൈവറിന് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നതിന് വല്ല പ്രിഫറൻസ് ഉണ്ടോ? ജാവ, C#, അങ്ങനെ? ഞാൻ കൂടുതൽ വീഡിയോസും ജാവയാണ് കണ്ടിട്ടുള്ളത്. ഇന്റർവ്യൂസിനാണെങ്കിലും വിത്ത് സെലിനിയം വിത്ത് ജാവ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അതെ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഏറ്റവും കൂടുതൽ ജാവയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ ഒരു 2 വീക്സ് മുമ്പ് നമ്മുടെ സെലേനിയത്തിന്റെ ഒഫീഷ്യൽ ഒരു ലിങ്ക്ഡിൻ പേജിൽ കണ്ടത്, അതിലൊരു ഇത് കണ്ടത്, ഇപ്പം പൈതൺ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന്, സെലേനിയം വെച്ചിട്ട്. പക്ഷെ ജാവയാണ് ഞാൻ സ്റ്റില് കണ്ടിട്ടുള്ളത്. അപ്പൊ C# ചാൻസ് കുറവാണോ? C# വൺസ് C# അറിയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ മലേഷ്യയിൽ C# വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ UK ഞാൻ അപ്ലൈ ചെയ്തപ്പം ഞാൻ C# വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ജാവയിലേക്ക് മാറേണ്ട വന്നു. അപ്പോൾ അങ്ങനെ പ്രശ്നം വരില്ല. കാരണം വൺസ് നമ്മളൊരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ സിൻടാക്സ് വൈസ് മാത്രമേ വലിയ ഡിഫറൻസ് വരുന്നുള്ളൂ. നമുക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമ്മൾ CV ഇപ്പോൾ C# വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോ, കുഴപ്പമില്ല. നോളജ് ഓഫ് ജാവ എന്ന് കൂടെ വെച്ചാൽ മതി. അപ്പം കുഴപ്പമില്ല. Thank you. പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങുന്ന ആളിന് ഒരു ലാംഗ്വേജ് എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി സിൻടാക്സ് മാത്രമേ മാറുന്നുള്ളൂ. കോൺസെപ്റ്റ് എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇനി ജാവ ആയാലും ശരി, പൈത്തൺ ആയാലും ശരി, ഇൻഹെറിറ്റൻസും ക്ലാസ്സും എല്ലാം സെയിമാണ്. ചെറുതായിട്ട് ആ സിൻടാക്സ് ഒക്കെ ഒരു വ്യത്യാസം, അത്രേ ഉള്ളൂ. പിന്നെ പ്രോഗ്രാമിംഗ് പാടാണെന്ന് ആരും വിചാരിക്കരുത്, ഈസിയാണ്. C++ വെച്ച് തുടങ്ങിയാൽ മതി. ബാക്കി സിൻടാക്സിന്റെ ഒരു മാറ്റമേ ഉള്ളൂ. അതെ, ഇപ്പം ഈ IT ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ തന്നെയും ഒരു ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നുള്ളതേ ഉള്ളൂ. നമുക്കൊരു പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടായി ബിൽഡ് ചെയ്തെടുത്താൽ മതി.
സിൻടാക്സ് വൈസ് ഈവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കോഡ് അതേപോലെ തന്നെ കിട്ടും. നമ്മൾ ജസ്റ്റ് എങ്ങനെ സെർച്ച് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം, അതേ ഉള്ളൂ. പഠിക്കാനാണെങ്കിൽ എൻ്റെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ W3 സ്കൂൾസ് ഇല്ലേ, അതിൽ ലോട്ട് ഓഫ് കണ്ടന്റ് ഉണ്ട്, സിമ്പിളായിട്ട് ഉണ്ട്. അപ്പൊ അത് വായിച്ച് പഠിച്ച് ചെയ്തിട്ട് ഒരു യൂട്യൂബ് വീഡിയോ റെഫറലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ വായിച്ച് പഠിച്ച് അതിനെ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഒന്ന് കണ്ടുപഠിക്കുമ്പോഴത്തേക്കും അത് നല്ലോണം മനസ്സിലാവും. വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവര് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും പറയുന്നുണ്ട് എന്താ ടെസ്റ്റിംഗ് റീപ്ലേസ് ചെയ്യോ, ഇല്ലെങ്കിൽ ഡെവലപ്മെന്റ് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് റീപ്ലേസ് ചെയ്യോ, ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഡെവലപ്മെന്റ് ടെസ്റ്റിംഗ് എനിക്ക് തോന്നുന്നില്ല, അത് നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ. കാരണം നമ്മൾ AI വന്നാലും ഇത് വന്നാലും നമ്മൾ ബിഹൈൻഡ് ഒരാൾ വേണമല്ലോ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ അതിനനുസരിച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ആ ഒരു ടെക്നോളജിയിലേക്ക് നമ്മൾ പഠിക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ എന്താണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആൾ വേണമല്ലോ ബേസിക്കലി, ഏത് കമ്പനിയിലായാലും. അപ്പം ആ ഒരു രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളൂ. നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം, അതേ ഉള്ളൂ. മീൻസ് അത് അപ്ഡേറ്റ് ആവാത്തവരുണ്ടെങ്കിൽ, ഇപ്പം ഒരു കമ്പനി പറയാണ് നാളെ തൊട്ടിട്ട് ചെന്നൈ അതാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ അവിടെ പിന്തള്ളപ്പെട്ടു. അങ്ങനെ ഒരു പ്രശ്നമായ എന്റെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ എക്സ്പെർട്സ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് പറയുന്നത് എനിക്കറിയില്ല, പക്ഷെ എന്റെ ഒരു ഇതിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. എന്റെ ഒരു സൈഡിൽ നോക്കുമ്പോൾ നമ്മുടെ ഒരു പ്രോസസ്സ് വളരെ ഈസി ആക്കുക ചെയ്യുന്നത്. ഓരോ ന്യൂ ടൂൾസ് വരുന്നു, അത് അപ്ഡേറ്റ് ചെയ്യുന്നു. അതെ. ഈ ചാറ്റ് GPT ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ ബക്ക് ടൈറ്റിലോ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ എന്തെങ്കിലും എഴുതിയിട്ട് ഗ്രാമർ ചെക്ക്, അല്ലെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ അത്ര ഇവിടുത്തെ UK ഇവിടുത്തെ ആൾക്കാരോട് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും സെന്റൻസ് എഴുതിയിട്ട് ഗ്രാമർ ചെക്ക് നോക്കും. അതുപോലെ തന്നെ കോഡ്, ഓട്ടോമേഷൻ കോഡൊക്കെ ചിലപ്പോൾ കുറച്ച് കോംപ്ലക്സ് കോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സെർച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കോഡ് അതേപോലെ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് കുറച്ചുകൂടി ഈസി ആക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്നത് ബേസിക്കലി. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ആയാലും ഇനി ടെസ്റ്റിംഗ് ആയാലും അത് രണ്ടിനും ഒരു വാല്യൂ ഉണ്ട് രണ്ടിനും. അല്ലാണ്ട് ടെസ്റ്റിങ്ങിന് സാലറി കുറവോ, ഇല്ലെങ്കിൽ സ്കോപ്പ് ഇല്ലെന്നോ, ഇല്ലെങ്കിൽ ഡെവലപ്മെന്റിന് സാലറി ഉണ്ട് സ്കോപ്പ് ഇല്ലെന്നോ, അങ്ങനെ ഒന്നുമില്ല. ഏത് പഠിച്ചാലും വർത്തിയാ. അത് നമ്മൾ പഠിക്കുന്ന അനുസരിച്ചിരിക്കും. അതെ, നമ്മുടെ ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും ഏതാണ് വേണ്ടതെന്നുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളതാ, പലർക്കും ഭയങ്കര ഡൗട്ടാ. ഞാന് പഠിക്കണം, മീൻ പഠിക്കണം, ഇനി ടെസ്റ്റിംഗ് പഠിക്കണം, മാനുവൽ പഠിക്കണോ, ഇനി ഓട്ടോമേഷൻ പഠിക്കണോ, ഇങ്ങനെ ഒരു ചോദ്യം. അവര് ആ ഒരു തിങ്ക് ചെയ്ത ഒരു ടൈം വേസ്റ്റ് ചെയ്യുക. അവര് അറ്റ്ലീസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ മടിയാണെന്ന് തോന്നുന്നു പക്ഷെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഞാൻ കരിയർ തുടങ്ങുമ്പോഴും എനിക്ക് ഇങ്ങനെ ഡൗട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാന് ചോദിച്ച് മനസ്സിലാക്കിയ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി യൂസ് ചെയ്തു. ഞാൻ ഈ മല്ലു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ബാക്കിയുള്ള ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റീസ് ഞാൻ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തത്. അങ്ങനെയാ ഞാനിങ്ങനെ ഒരു ആശയത്തിലെത്തിയത്. പിന്നെ എനിക്കറിയായിരുന്നു എന്നെ പോലുള്ള കുറെ കുട്ടികൾ കാണുമെന്ന്. എനിക്ക് മനസ്സിലായി എന്നെ പോലെ കുറെ കുട്ടികൾ കാണും സ്വയമായിട്ട് പഠിക്കാൻ നോക്കുന്നത്. അപ്പൊ അവർക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതി. ഇനി എന്തെങ്കിലും ചോദിക്കണ്ടോ? ആർക്കൊന്നും ചോദിക്കില്ലല്ലോ. വൈൻഡപ്പ് ചെയ്യാവോ? ഓക്കെ, എല്ലാരും ജോയിൻ ചെയ്തതിന് താങ്ക്സ്. ലാസ്റ്റ് ഫൈനലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ സ്റ്റുഡൻസിന് വേണ്ടിട്ട്? ലാസ്റ്റ് ജസ്റ്റ് നമ്മളൊരു കീപ് ട്രൈയിങ്, അത്രേ ഉള്ളൂ. നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാകുക, പിന്നെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുക, ഡെഡിക്കേറ്റ്. നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുക, അതിനുശേഷം അതിനനുസരിച്ച് വർക്ക് ചെയ്യുക, പിന്നെ കീപ് ട്രൈയിങ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കിട്ടും. അപ്പോൾ നമ്മുടെ ഇവന്റിന് പങ്കെടുത്തതിനും നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇത്രയധികം നോളജ് ഷെയർ ചെയ്തതിനും വളരെ നന്ദിയുണ്ട്. ഇനിയും ഇതുപോലുള്ള സെക്ഷൻസ് നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ബ്രോ. താങ്ക് യു. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ശരി.